നിങ്ങളാണല്ലേ പേര് കേട്ട തമ്പാൻ? ഇല്ല 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 ഇല്ല. എനിക്ക് വേണ്ടത് കമ്മാരനെയല്ല, കുറുപ്പിനെയല്ല, നിന്റെ മകനെയുമല്ല. എനിക്ക് വേണ്ടത് അവനെയാണ്. അണ്ണനാണല്ലോ മുങ്ങിയത്. ബക്കറ്റ് ഇവന്റെ തലകീറാ ചേരുന്നത്. അയ്യേ, എന്റെ ബക്കറ്റ് മിസ്സായതണ്ണ. ചിറ്റയുടെ മോനെ. ഓ, പാവം, ഇവന് നന്നായിട്ട് കിട്ടി. നിനക്കൊന്നും പറ്റാഞ്ഞ നന്നായി. നിനക്ക് കിട്ടുന്ന കത്ത് കസ്റ്റു ഞങ്ങൾക്ക് കുത്തും ചോട്ടും. അല്ലല്ലോ ഞങ്ങളൊന്നും തന്നെ ഇവിടെ ആർക്കും ചോദിക്കാൻ പറയാനില്ലല്ലോ. നിനക്കറിയോ ആ വൈദ്യരോടെ പറ്റിട്ട് ഇപ്പൊ നോട്ടീസ് അയച്ചിരിക്കാ. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഈ നിൽക്കുന്നതിൽ ഏത് ചണ്ണതൂറിയാടാ നിന്നെ തല്ലിയത്? ഈ നിൽക്കണ എല്ലാ ചണ്ണതൂറികളും എന്നെ തല്ലിയല്ലേ? കാണിച്ചേട്ടാ. അരെ തു ചക്ക. എന്തുവാടാ? അണ്ണന്റെ തന്തയ്ക്ക് വിളിച്ചാ തോന്നുന്നു. നോക്കി നിൽക്കാതെ തിരിച്ചു വിളിയണ്ണ. എന്താടാ വിളിക്കണ്ടേ? കുമാര, എന്തുവാടാ വിളിക്കേണ്ടത്? ബദ്മാഷ്. ബദ്മാഷ്. എന്ത് മാഷ്? ബദ്മാഷ്. ഈ ബദ്മാഷ് എന്ന് വിളിക്കണത് തളയ്ക്ക് വിളിക്കണം. മാഷ് തന്ത തന്ത തള്ളയല്ല. എങ്ങനുണ്ട്? വെറും ബദ്മാഷ അല്ല, അരെ തൂ ബദ്മാഷ്. ഇതവനും അറിയാലോ. നീ പോടാ ഊള. അണ്ണ അണ്ണനെ വിളിക്കുന്നു. ഊളെന്നോ? ആരാ വിളിച്ചത്? ചോട ഉണ്ടെങ്കിൽ ഒന്നുകൂടെ വിളിക്കണം. ഓ, വിളിച്ചാ നീ അങ്ങ് മലത്തും. പിന്നെ നിന്നെ എന്നാ വിളിക്കണോടാ? ബജറങ്കാന്ന പേര് മാറ്റി ആള് മാറോടാ. കള്ള ബിജു. എന്റെ പേര് ബജറംഗൻ. വിനയ, വടക്കും ഭാഗത്ത് പെമ്പിള്ളാരെ വളയ്ക്കാൻ കത്തും കാസറ്റും കിടിപിടിയായിട്ടുള്ള നിന്റെയൊക്കെ അഭ്യാസം ഉണ്ടല്ലോ, അത് ഇങ്ങോട്ട് ഉണ്ടാക്കണ്ട. നീയൊക്കെ ഇനി എന്ത് കസർത്ത് കാണിച്ചാലും ഇനിയും കൊടുക്കും. കത്തും കൊടുക്കും, ഈ കാസറ്റും കൊടുക്കും. ചോടയാണെങ്കിൽ നീ ഒന്ന് തടഞ്ഞു നോക്കും. പിന്നെ ഇതൊക്കെ ഒരു കലയല്ലേ ശ്രീ ബിജു. വേണമെങ്കിൽ പഠിപ്പിച്ചു തരാം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി. മൈ ഫോൺ നമ്പർ ഈസ് 225555. അത് കലക്കി. 22 അണ്ണ 2255. നമ്പർ നോട്ട് ചെയ്ത് അവരെ പോയി പിടിക്കണോ? എന്റെ തേവരെ, പ്രേം നസീറിനെ പോലെ സുന്ദരനായ ഒരു ആൺകുഞ്ഞായിരിക്കണേ.
ശ്രീദേവി ടോക്കീസിന്റെ ഓപ്പറേറ്റർ ആയിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ. അന്നൊരു റിലീസിംഗ് പടത്തിന്റെ പെട്ടി വരാൻ വൈകുമ്പോഴുള്ള അതേ മാനസികാവസ്ഥയിലായിരുന്നു. അച്ഛന്റെ പ്രേം നസീറേ. നസീറോ? പുഷ്പാഞ്ജലിക്ക് തന്നെയാണോ? അതെ, പ്രേം നസീർ ചോദ്യ നക്ഷത്രം. സിനിമ തലയ്ക്ക് പിടിച്ച ഓരോരോ നട്ടഭ്രാന്തുകളെ. ഇനി നിങ്ങളുടെ പേര് മാറുവാ മാധവിയെ. ഇങ്ങോട്ട് വാ. നാണം കെട്ട് തൊലി എരിയുവാ. എവിടെ ചെന്നാലും ഇത് തന്നെ. പഠിക്കലെ ഗോവിന്ദാരുടെ കൊച്ചുമോന്റെ പേരെ പ്രേം നസീർ എന്ന്. അവന്റെ ഒരു ഇലി കണ്ടില്ലേ? ദേ, ഇന്ന് മുതല് നിനക്ക് ഈ പേരും വേണ്ട, അച്ഛന്റെ സിനിമയും വേണ്ട. പറഞ്ഞത് മനസ്സിലായോ? ഇന്ന് മുതലേ നീ വിനയചന്ദ്രൻ. അച്ഛന്റെ കൂടെ സിനിമയും കറക്കി നടന്നാലുണ്ടല്ലോ, മര്യാദക്ക് പഠിച്ചു വല്ല ജോലിയും നേടിക്കണം. ഇങ്ങോട്ട് വന്നേ. ശേഷം കൊച്ചു വിനയൻ ശ്രീദേവി ടാക്കീസിലെ പ്രൊജക്ടർ ഓപ്പറേറ്ററായി. അച്ഛൻ്റെ ഓർമ്മകൾക്കൊപ്പം തന്നെ പ്രൊജക്ടറും ശ്രീദേവി ടാക്കീസും തൻ്റെ മനസ്സിലേക്ക് വിനയൻ ചേർത്ത് വെച്ചു. ഞാൻ ഇന്ന് ശരിയാക്കണം. അയ്യോ 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 ആടാ ഇവന്മാരെന്തായി കാണിക്കുന്നേ? എടാ വഴി എടാ, ഇത് ഭഗവാന്റെ കാറാ. ഒന്ന് മാറാ. വാ പോവാ. അന്ന് പെരുവത്തുകടവിൽ സംഭവിച്ചത് 2 കാര്യങ്ങളാണ്. ഒന്ന്, വിനയൻ ശ്രീദേവി പ്രണയബന്ധത്തിന് തുടക്കം കുറിച്ചു. 2, പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും ബദ്ധശത്രുക്കളുമായി. ഇനി അതിനുള്ള കാരണം അറിയണമെങ്കിൽ ഭഗവാനെ അറിയണം. ഇനി ഭഗവാൻ ചരിതം. പെരുവത്തുകടവിലെ പ്രമാണിയായ വിശ്വനാഥ മേനോനെ നാട്ടുകാർ ഭഗവാൻ എന്ന് വിളിക്കാനുള്ള കാരണം ഒരു തോക്കാണ്. ഇത് ജർമ്മൻ മെയ്ഡ് റിവോൾവർ. 1936 ഭഗവാന്റെ കുടുംബക്കാർക്ക് 2 ജർമ്മൻ സായിപ്പന്മാർ സമ്മാനിച്ചതാണത്ര. ആകാശത്തോട്ട് നോക്കി വെടിവെച്ചാലും ഉന്നം വെച്ചവന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ട തുളച്ചു കയറുമത്രേ. അതാണ് ചരിത്രം. പാലാട്ടുകാരക്കാരൻ ചെക്ക ഓടരുത്. ഓടിയ 2 കൊല്ലും ഞാൻ. നിൽക്കാൻ. എന്തോ ഉണ്ടേടാ, മറന്നുപോയി. പോയല്ലേ. അന്ന് അർദ്ധരാത്രി ഭഗവാന്റെ മൂത്ത മകൾ ഒളിച്ചോടി പോയത് മുതൽ പാലാട്ടുകരക്കാരും വടക്കുംപാക്കാരും
ബദ്ധശത്രുതയിലായി. എന്തിന് സന്ധ്യ കഴിഞ്ഞ് കാരണമില്ലാതെ ഇരുകരകളിലേക്കുമുള്ള പ്രവേശനം പോലും ഭഗവാൻ റദ്ദാക്കി. പക്ഷേ പാലാട്ടുകരയിലെ കോഴികൾ അപ്പോഴും കൂഹിക്കൊണ്ടേയിരുന്നു. ഓഫാവുന്നില്ലടാ. പൊട്ടൻ കളിക്കല ജോസ് ഓഫ് ചെയ്യണത്. എന്നാ ഉണ്ടാക്കണ ബുദ്ധിമാനെ പൊട്ടൻ നിന്റെ അച്ഛൻ മാറ്റണ കൈ. ഹാർമോണിയം വൈകാതെ ആരെങ്കിലും ഓഫ് ചെയ്യണം. ഓഫാക്കാൻ പറ്റില്ലടാ. അതന്നെ ഞാനും പറഞ്ഞു ഓഫാക്കാൻ പറ്റണില്ല. എടാ ഒരു വീഡിയോ ചെല കേട്ടത്. എടാ തോക്കായിട്ട് ഇറങ്ങിയിട്ടുണ്ടാവും. സൂപ്പർമാനെ വരുന്നുണ്ട്. ഓഫ് ചെയ്യണത് ഇത് തിന്നല്ല. കിരികട ഇപ്പൊ കിട്ടൂടാ നിനക്ക്. പാട്ട് ഓഫ് ചെയ്യണം. വിളിച്ചത് നിന്നെയാ എന്നെയും. ഓഫാക്കി തന്റെ പൊന്നു പുണ്യാണ്. ടേപ്പ് ഓഫ് ചെയ്യലല്ലേ പുണ്യാളുടെ പണി. ജോസഫ് പൊട്ടനാണ്. പൊട്ടനായിട്ട് അഭിനയിക്കണം. അവന്റെ ചെലങ്ക തേങ്ങ പട്ടി. ഭഗവാന്റെ വീട് കൂടി ചാവും. ബെൻസാണല്ലോ. ഇത് അങ്ങേരുടെ വീടിന്റെ കയ്യാലക്കകത്തൂടെ തന്നെ കുത്തിക്കയറ്റണം അല്ലെ? അല്ലാതെ നീയൊക്കെ പാട്ട് വെച്ചെന്റെ ഒറ്റ കീറും. നീര് രാവിലെ തന്നെ കേറിണ്ട് തോന്നുന്നു. ഒടിയന്റെ മാനല്ലേ, എവിടെ എപ്പ കാണുന്നു പറയാൻ പറ്റില്ല. ഈ വാറ്റ് ഞാൻ നിർത്തും. നീ ഒലത്തും, ഞാൻ ഒറ്റും. ചോണയുണ്ടോ ഒറ്റടാ? ചുമ്മാ അല്ല പോലീസുകാർ നാട് മുഴുവൻ തപ്പിട്ട് കാണാഞ്ഞത്. ഇതിന്റെ മേളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുവായിരുന്നല്ലേ. ഞങ്ങളും കുറെ തപ്പി. നീ അറിഞ്ഞോ? റായുടെ ഉള്ളിൽ കൂടെ റായേരിയ അത് ആയി. അത് ശരിയാണല്ലോടാ. അങ്ങനെ റായെ കൂട്ടി റാ കൂട്ടി എഴുതിയാൽ നീ എന്നെ ഹഠാതാകർഷിച്ചു. ആകർഷിച്ചു. ചിട്ടിയുടെ കാശടിച്ചോ? ഇതാ കുഴപ്പം. വല്ല മരത്തിന്റെ മുകളിൽ ഇരുന്നാ മതിയായിരുന്നു. എന്തേ? അന്ന് നമ്മൾ ഓടി വന്ന രാത്രി നീ ഓർക്കാറുണ്ടോ വനജേ? അയ്യടാ, ഈ വയസ്സാങ്കലത്തിൽ ഓടി വന്ന രാത്രി കൊച്ചിരിക്കുന്നു. ഞാനൊന്നും പറയുന്നില്ല. എടി പഴകം തോറും വീഞ്ഞിന്റെ വീര്യം കൂടുവാണ്. അതുപോലാണ് ഈ പ്രണയവും. അതാണ് ഈ രാജന്റെ പോളിസി. അച്ഛന്റെ പേര് നീറുന്നല്ല. നീർ നിന്റെ തന്ത. അച്ഛനും മോനും കൂടെ പേര് പറഞ്ഞ് കളിക്കാൻ എനിക്ക് അടുക്കളയിൽ 100 കൂട്ടം പണിയുണ്ട്. അങ്ങനെ പോലെ നിക്ക്. വെളുക്കുമ്പോ കുളിക്കുവാൻ പോകുന്ന വഴിവക്കില് വെളിക്ക് നിന്നവളേ വളേ വേലിക്ക് നിന്നിട്ട് അച്ഛനൊരു കിളിക്കൂട് കണ്ടടാ മോനെ. ഓ, കിളിക്കൂട് കാണുള്ളൂ, കിളിയെന്ന് കിട്ടില്ല. ഏത് കിളിയച്ചാ? കാക്ക. അപ്പൊ കാക്കൊരു കിളിയാണോ? ചില സമയങ്ങളിൽ കാക്കയും ഒരു കിളിയാകും. ഓ, അത് ശരി. അമ്മേ
ഓ വിശക്കുന്ന എന്തെങ്കിലും എടുത്തോ. അച്ഛന്റെ പ്രേംനസീറിങ് എത്തിയോ? ഉമ്മറും ജയനും കീരിക്കാടൻ ജോസും ഒന്നും കൂടെ വന്നില്ലേ? ഇല്ല, ഇവിടെ നിത്യഹരിത നായകൻ മാത്രമേ ഉള്ളൂ. ഓ, ഒരു നിത്യഹരിത നായകൻ നാറിയിട്ട് വയ്യ. അധ്വാനിക്കുന്ന ജനവിഭാഗം ഒരല്പം വിയർപ്പൊക്കെ പൊഴിച്ചു വരും. എടാ അധ്വാനിക്കുന്നവനെ, നിന്നോട് ഞാൻ ആ 10ാം ക്ലാസ് പാസ്സായിട്ട് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പേര് ചേർക്കാൻ പറഞ്ഞിട്ട് കാലം എത്രയായി? ചുമ്മാ ഇങ്ങനെ സിനിമ കറക്കി നടന്നു. അമ്മ എനിക്കും കപ്പെടുത്തോ. ആ ദേ, മാളൂട്ടി 10ാം ക്ലാസ് പാസ്സായ പിന്നെ നിന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടാവില്ല കേട്ടോ. അമ്മേ, ഒരുമാതിരി പിള്ളേരോട് സംസാരിക്കുന്നവളെ എന്നോട് സംസാരിക്കുക കേട്ടല്ലോ. വളർന്നിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. Hey mother, let it be the last time. If you dare one more time, I will pull out your tongue and you will just remember that. കൽപ്പിട്ടൊന്നും വെച്ചെന്നുണ്ടല്ലോ. എടാ നിന്നോട് രാവിലെ പറഞ്ഞ സാധനം മേടിച്ചോണ്ട് വന്നോ നീ? മറന്നു. ദേ, രണ്ടിനും ഞാൻ നാളെ പച്ചവെള്ളം തിളപ്പിച്ച് തരും കേട്ടോ. എന്ത് പറഞ്ഞാലും തലയാട്ടിക്കോളും, അതിനൊരു കുറവുമില്ല. പൂത്തുപോലെ വളർന്നു എന്താ കാര്യം? ചിരിക്കണ്ട, നിനക്കും അത് തന്നെ. കൊച്ചേട്ടാ, മറ്റന്നാള് വന്ദനം വരുവോ? ഒന്നെങ്കിൽ എന്നെ കൂടെ കൊണ്ടുപോവോ? ആലോചിക്കാം. അപ്പൊ ശ്രീദേവി ചേരായിരിക്കും അല്ലേ? ഗോ 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 ഗോഡി. വിജയത്തിന്റെ സോപാനങ്ങൾ ചവിട്ടിക്കേറിയ എന്നും ഹിറ്റുകൾ മാത്രം സമ്മാനിക്കുന്ന നമ്മുടെ സ്വന്തം ലാലേട്ടന്റെ ഏറ്റവും പുതിയ ചിത്രമായ വന്ദനം ഇന്നു മുതൽ നമ്മുടെ ശ്രീദേവി ടാക്കീസിൽ പ്രദർശനം ആരംഭിക്കുന്നു. എല്ലാവരും വരിക 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 വരിക, സഹചരേ സഹന സമര സമയമാണ്. നീ എന്താ ദണ്ഡി മാർച്ചിന് പോണോ? സോറി അളിയാ, ഞാൻ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് പോയി. പോലീസ് ഓഫീസറായ ഉണ്ണികൃഷ്ണന്റെയും ജാഥയുടെയും ഗാഥയുടെയും പ്രണയ കാവ്യം. ചേച്ചിയും കൂട്ടി വരണട്ടോ. കൊള്ളാലോടാ, ഇത് പഞ്ചാരം കലക്കി അടിച്ചാടല്ല, കലക്കും. ഇതിനെക്കാരടാ പശാന്ന് പേരിട്ടെ. ഗുസ്തിൽ കം ഡിസൂസ. നിന്റെ അപ്പന കലക്ക് കലക്ക്. പശ തീർന്നടാ. എടാ കിളിപ്പീരെ പശ തീർന്നടാ. ഒരു തൊട്ടി പശ കൂടെ കലക്ക്. ഒരു തൊട്ടി കൂടാ. നീയൊക്കെ നക്കാണ തേക്കാണ നാക്കികള്. കള്ള് കവിഞ്ഞേ പള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ്. എന്റെ നീറാശാന, നിങ്ങളെ പാട്ടുണ്ടല്ലോ അത് സ്വയംഭനാണ്. എത്ര നാളായി? കൊറേ നാളായി പഴകി ചീഞ്ഞി നാറി. എടാ കിളിപ്പീരെ, നീ നിന്റെ അമ്മയുടെ മടിയിരുന്നേ അപ്പി ഇടുമ്പോ തുടങ്ങിയതാ. കള്ള് നിറഞ്ഞേ പൊള്ള നിറഞ്ഞേ പാട്ടൊന്നു പാടി ഞാൻ പോകണ. കള്ള് വള്ളയിലോട്ട് നിറഞ്ഞൊഴുകുന്നത് നിങ്ങളുടെ കൊച്ചിന്റെ തള്ള അറിയണ്ട. എത്ര നാളായി? അതെ, നിങ്ങളിങ്ങനെ പാട്ടും പാടി പശയും കലക്കി കുറുകിയിരുന്നു. നാട് മുഴുവൻ വിളംബരവും നടത്തി നോട്ടീസും കൊടുത്തു. മാധവേട്ടനെ പെട്ടി ഇതുവരെ എത്തിയിട്ടില്ല. എടാ അവൻ വരും. നിനക്കൊന്നും അറിയില്ല എന്റെ മാധവന്. തുടങ്ങി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഒന്നുമില്ല. അന്ന് രണ്ടും കൽപ്പിച്ച് ഞാൻ വനജോട് ചോദിച്ചു കൂടെ ഇറങ്ങി വരുന്നോന്ന്. അങ്ങനെ വെറും കൈയോടെ ഞാനും വനജയും കൂടെ ഓടി വരുമ്പോ മുന്നിൽ അതാ നിൽക്കുന്നു മാധവൻ. ചാടി ഹനുമാൻ രാവണന്റെ മതിൽമേൽ. നിന്നോടാരും പറഞ്ഞിട്ടോ നിന്റെ മനസ്സിൽ തോന്നിട്ടോ? എന്നോടാരും ചൊല്ലിട്ടല്ല, എന്റെ മനസ്സിൽ തോന്നിയിട്ട്. നേരെ 6ാം ക്ലാസ്സിലെത്തിയോ? ഇതിപ്പോ എത്രാമത്തെയാ? 3, 4. അപ്പൊ പെട്ടി കിട്ടിയല്ലേ? അതൊന്നും പറയണ്ടടാ. രാവിലെ ഭഗവാന്റെ വീട്ടിൽ ചെന്ന് പൈസയും പലിശയ്ക്ക് വാങ്ങിച്ച് ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഓഫീസിൽ ചെന്നപ്പോ എന്തുവാ പെട്ടി വന്നിട്ടില്ലെന്ന്. ചേട്ടാ ഒടുക്കം കാത്തിരുന്ന് പെട്ടി കിട്ടിയപ്പോ അതുകൊണ്ടൊരു ബസ്സേ കയറി വരാൻ പറ്റുമോ? പെട്ടി ഏതാ, ഏത് പടവാ, ആരുടെ പടവാ, 100 ചോദ്യങ്ങളല്ലേ. കൊടുക്ക ഒരു ടാക്സി പിടിച്ച് ഇവിടം വരെ വന്നപ്പോ അവന്റെ വക കത്തി വേറെ. പിന്നെ ഭഗവാന്റെ കാശും കൊടുത്ത് കറണ്ട് ചാർജും അടച്ചു കഴിഞ്ഞപ്പോ അതേണ്ടേ ഇനിയിപ്പോ ആ കൂടെ ടാക്സി ഇപ്പൊ താള് കയറുമല്ലോ എന്നുള്ളതാ മാധവേട്ടന്റെ ഒരു പ്രതീക്ഷ. അപ്പൊ നാളെ പടം തുടങ്ങും. അപ്പൊ നാളെ അവളും വരും. ശ്രീദേവി.
എന്താ കണ്ണെഴുതിയൊരു പൊട്ടും കൂടെ തൊട്ട് തരട്ടെ മോനെ. ഇപ്പൊ വേണ്ട. വേണ്ടേ? തൊട്ടു കൊടുക്കമ്മേ, ഇന്ന് വരുന്നല്ലേ. ആര് വരുന്നെന്ന്? പുതിയ പടം. ഒരു ടിൻ പൗഡർ തീർത്ത്, അത് തന്നെ വെച്ച. നിനക്കറിയാൻ വെച്ചിട്ടുണ്ട് കേട്ടോടി. മതി മതി, വേഗം ചെല്ല്, ഇല്ലെങ്കിലേ ആളങ്ങ് പോവും. ഇക്കാര്യത്തിൽ നീ എന്റെ ചേച്ചിയാവണ്ട കേട്ടാ. ഓ ശരി. ഗോ 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 ഗോഡി ഗോഡി. നിന്ന് ഉറുമ്പരിക്കാതെ വേഗം പാടായ. ഈ ബൈക്ക് കേടാതാ. ഇവനെന്താടാ ഈ സമയത്ത് ഇവിടെ? 2 ഹോൺ അടിച്ചു വിടറാ. ശരിയെന്നാ അടിക്കടാ. കേട്ടി. ഈ ഹോണല്ലോ പൊട്ടാ. മറ്റേ ഹോൺ അടിക്കണം. അതിപ്പോ കംപ്ലൈന്റ് ആണ്. ഓടാ. ഭഗവാൻ തൻ്റെ 2ാമത്തെ മകളെ അങ്ങനെ പുറത്തിറക്കാറില്ല. പക്ഷെ ടാക്കീസിൽ പുതിയ പടം വരുന്ന ദിവസം അവൾ വരും. ശ്രീദേവി. അന്ന് നമ്മുടെ പ്രൊജക്ടർ ഓഫീസർ സാറിന് പൊതു അവധിയായിരിക്കും. പുത്തൻ ഷട്ടൻ. ഏയ് ചുമ്മാ. എടാ വനജയെ കൊച്ചൊന്നിടാ. അവരെ അകത്ത് കയറ്റിയിരുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, എന്തൊക്കെയാണെങ്കിലും ഇതിന്റെ അകത്തുനിന്ന് സിനിമ കാണുന്നൊരു സുഖമൊന്നും വേറെ തന്നെ. ചേട്ടാ ഒന്നും അപ്പുറത്തിരിക്കാം. എടുത്തോളാം കേട്ടോ. തുടങ്ങിയവന്റെ കട്ടി കൊലക്ക് കൊടുക്കല്ലോളിയോ. നോക്കുന്നുണ്ട് കാസറ്റ് മാറ്റണോ. അനങ്ങല്ലേ. ഇന്ന് ആള് കുറെ കൂടിയിട്ടുണ്ടല്ലോ മാധവ. ആളൊക്കെ ഉണ്ട്, പക്ഷെ എല്ലാ ദിവസവും വേണ്ടടാ. ഇതുപോലുള്ള ചെറിയ ചെറിയ ടോക്കീസുകളൊക്കെ ഇപ്പോൾ ഓരോന്നോരോന്നായിട്ട് പൂട്ടിക്കൊണ്ടിരിക്കുക. അതെ, ജനറേറ്ററിന് ആരെയും സംശയം കരണ്ടെങ്ങാനും പോയ പണി പാടും. തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുമ്പോഴാണ് അവന്റെ ഒരു ഒന്ന് ഇറങ്ങി പോടാ. 3-4 ഇന്റർവ്യൂ കൊടുക്കുന്നു. ഒരുത്തനെ പിന്നെ ഒന്നും അറിയണ്ട. അവൻ അറിയാവുന്ന പണി അവൻ താഴെ ചെയ്തുകൊണ്ടിരിക്കുവാണല്ലോ.
ഈ ഐ ലവ് യു ആർക്ക് വേണം? കേൾക്കുന്നതിനകത്തൊരു സുഖം വേണ്ടേ? ഇങ്ങനെ പറയൂ, ഐ ലവ് യു. ഞാനൊന്ന് കിടന്നോട്ടെ. നീ എന്റെ മുഖത്ത് റോക്കറ്റ് കളിക്കും. എങ്ങോട്ടാണ് നോക്കുന്നത്? അണ്ണന്റെ റോക്കറ്റിലോട്ട് അല്ല, മുഖത്തോട് നോക്കണം. മോനെ പോത്താ, ഇന്ന് റോക്കറ്റ് അല്ലേ വിട്ടുള്ളൂ. നാളെ ചിലപ്പോ ഞങ്ങൾ ആറ്റം ബോംബ് വിട്ടെന്നിരിക്കും കേട്ടോ. സോറി, കടലായിരുന്നു. നമ്മുടെ ഓട്ടോയുടെ ഹെഡ്ലൈറ്റ് ആരാണ്ട് പൊട്ടിച്ചെണ്ണ. മൈ ഗോഡ്. അണ്ണാ, അണ്ണന്റെ ഹെഡ്ലൈറ്റ് അണ്ണ പൊട്ടിച്ചത്. ഇവന്മാര് തന്നെ പൊട്ടിച്ചത്. എന്തെങ്കിലും പറയണ. ഇത് ഇവിടെ തീർന്നെന്ന് വിചാരിക്കണ്ട. തീർന്നില്ലെങ്കിൽ നിന്നെയൊക്കെ അടുത്ത ഉത്സവത്തിനെടുത്തോളാം. കഴിഞ്ഞ കഴിഞ്ഞോ? ചിറ്റയുടെ മോനെ. മോനെ ശ്രീ ബിജു, നീ ഞങ്ങളുടെ പൊന്നാവരം കോട്ടയെ കേറി പെഞ്ചാമരം വീശല്ലേ. മാധവോ, എന്തോ നമ്മുടെ പലിശ കണക്ക് നോക്കിയപ്പോഴേ മൊത്തത്തിലൊരു നഷ്ടക്കണക്കാണല്ലോ. ഗോവാച്ച, മാധവന്റെ നഷ്ടക്കണക്ക് കൈയോടങ്ങ് വാങ്ങിച്ചു. അയ്യോ, ഞാനത് വീട്ടിലേക്ക് അങ്ങ് എത്തിച്ചോളാം മേനോൻ സാറേ. ശരി ശരി. പാടം ഭയങ്കര ബോറാണല്ലോ. പിള്ളേർക്ക് കാണാൻ പറ്റിയ ശ്രീരാമ പട്ടാഭിഷേകം, ഭക്തപ്രഹ്ലാദ, അങ്ങനത്തെ പടങ്ങളൊന്നും തൻ്റെ കയ്യിലില്ലേ? അല്ല, ഇപ്പോഴത്തെ പിള്ളേർക്ക് പിന്നെ ഈ അടിയിടിയും മരഞ്ചുറ്റി പ്രേമൊക്കെ ആണല്ലോ മേനോൻ സാറേ താല്പര്യം. ഗോവാച്ച, നോക്കി നിൽക്കാതെ വണ്ടി എടുക്ക്. ശ്രീദേവി. ഞാന് വെറും പൊട്ടനല്ല കേട്ടാ. പോയി എത്ര വേനെന്നറിയോ? ഇതല്ല വിളിച്ചോ. നീ പറഞ്ഞത് ശരിയാടാ. ആളുകളൊക്കെ ഇപ്പൊ ടൗണിൽ പോയി സിനിമ കാണാൻ തുടങ്ങി. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ വിചാരിച്ച ടൗണിലെ സൗകര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടാക്കാനും പറ്റില്ല. പുതിയ പടങ്ങൾ വന്ന ആളുകൾ വരും. അല്ല മാധവേട്ടാ, ദേ ഉത്സവം എത്താറായി. പുതിയ ഉത്സവ പടത്തിന്റെ കാര്യം എന്തായി? പുതിയ റിലീസ് പറഞ്ഞിട്ടുണ്ട്, കിട്ടാനും പ്രയാസമില്ല. പിന്നെന്താ? പക്ഷെ ഒരു വലിയ പ്രശ്നമുണ്ടടാ. ഈ ഞാനിവിടെ ഉള്ളപ്പോ എന്ത് പ്രശ്നമാണ് നിനക്ക്? ഇനിയിപ്പോ പഞ്ചായത്തിൽ നിന്ന് ടാക്കീസ് നോക്കാൻ ആള് വരും. ഇൻസ്പെക്ഷനെ ഇപ്പൊ ഉള്ള സൗകര്യം വെച്ച് റിലീസ് കിട്ടാൻ പാടാ. വരട്ടെ മാധവേട്ടാ, ഉത്സവ കമ്മിറ്റി ഒന്ന് കഴിയട്ടെ. ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ കുറച്ച് അഡ്വാൻസ് കിട്ടും. ബാക്കി നമുക്ക് ഭഗവാനോട് ചോദിക്കാം. ഇപ്പൊ തന്നെ കുറെ കൊടുക്കാനുണ്ട്. ഇന്നാണെങ്കിൽ അയാൾ ഏതാണ്ട് ഒരു അർത്ഥം വെച്ച് സംസാരിക്കുകയും ചെയ്തു. എനിക്കാണ് അയാളെ കാണുന്നത് തന്നെ ചൊറിച്ചില്ല. ഇവൻ ആരുടെ ഈ ഭഗവാൻ എന്ന് പേരിട്ടത്? നിനക്കാരടാ നീറന്ന് പേര്? അതിവിടെ കുറെ ഒന്നും പറയുന്നില്ല. കലക്കി. എന്ത് കലക്കി? സാധനം കലക്കിന്ന്. മാനം കറുത്തേ കമുകുന്തോട്ടവും കയ്യാലകളും വിനയൻ ശ്രീദേവി കാസറ്റ് പ്രണയത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടേയിരുന്നു. എടാ പോത്താ, ഒരു പൊടിക്ക് ജീവൻ ബാക്കി വെച്ചേരവന്റെ. കറണ്ട് പോയാ? എണ്ണ ഉണ്ടല്ലോ. 32. ഗുഡ് ബോയ്. 33 എന്നാ പിന്നെ നിനക്ക് അവരെ അണ്ണാക്കി കയറി കൊടുക്കാൻ പറ്റായിരുന്നോ? അതേടാ കിട്ടി. ഇവര് കിട്ടി. കല്യാണത്തിന് പോവല്ലേ പിടി.
ധൈര്യമുള്ളവൻ ഇങ്ങോട്ട് വാടാ. കാണിച്ചു തരാം. ഉണ്ണിമൂരികളെല്ലാം കൂടി ഈ നേരത്തെ എങ്ങോട്ടാടാ? കാറ്റൊക്കെ ഇത് കൊള്ളാൻ. എന്താടാ ഇതുണ്ടോ ഇത് ഇങ്ങനെ ആക്കി ഉമ്മാരു. ഇതിലേതവനാടാ ഇതിങ്ങനെ ആക്കിയത്? ചകിരി തലേന എലിവാലി മീശക്കാരൻ ഇവനാ? അവൻ തന്നെ. ഇങ്ങോട്ടാ ഇങ്ങോട്ട് വാടാ. ഇങ്ങോട്ട് വാടാ. ഇത് മൊത്തം കറക്കി അകത്ത് കയറ്റിട്ട് നീ പോയാ മതി. എവിടെടാ ബാക്കി അലവലാദികള്? പെട്ടെന്ന് ചെയ്യടാ. അണ്ണാ ലോലനെ പിടിച്ച്. ലോലൻ നമ്മുടെ മുത്താടാ. മുത്തവനെ വിടല്ലേ, ഞങ്ങള് വരുന്നുണ്ട്. ഇന്ന് വിനയന്റെ 16 അടി യന്ത്രം ഞാൻ നടന്നു. വേഗം വിടറാ. കേട്ടടാ അങ്ങോട്ട്. അയ്യോ ഇൻഡിക്കേറ്ററോ നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ട. ഞങ്ങളും പുറത്തുനിന്ന് കുട്ടികളെ വിളിക്കും. എന്നാ വിളിച്ചോണ്ട് വാടാ ഊള ബിജു. വിളിക്കടാ ഊളെന്ന്. വിളിക്കടാ ഊളെന്ന്. അണ്ണാ ലോലം വിളിക്കുന്നു. ഇവരെന്തോണോ വയ്യ ശരിക്കും വിളിയടാ. ചൂലിട്ടാട്ടാതടാ. അഭിനയനെ കണ്ടോ നീ? കമ്മിറ്റി അല്ലേ, കവലേ കാണൂ. ആ പോ. ഇനി കമ്മിറ്റി കഴിഞ്ഞിട്ട് മതി കക്കൂസ് കഴികൾക്ക്. എന്താ നമ്മുടെ മമ്മൂക്കാക്കേ ആൺകുട്ടി പറഞ്ഞെന്ന് പേര് കേട്ടു. എന്താ? ദുൽഖർ സൽമാൻ. കൊള്ളല്ലേ? പിന്നെ 86 പത്രം എടുത്തവൻ ഉണ്ടാക്കുക. ദുൽഖുമോനെ ഇപ്പൊ വയസ്സ് 4 എന്തായാലും വളർന്നു വലുതാകുമ്പോഴേ അവൻ മുറ്റ് ഗ്ലാമർ ആയിരിക്കും. കീരിക്കാടൻ ജോസിനെ പോലെ. കീരിക്കാടൻ ജോസ് ആരാടാ? നിന്റെ അച്ഛനാ? കോണലോളിയോ? എന്റെ അപ്പൻ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ കീരിക്കാടൻ ചേട്ടനെ പറ്റി പറഞ്ഞാട്ടല്ലോ പന്നി. എന്താടാ എന്താ കമ്മിറ്റിക്ക് വരുന്നില്ലേ? ലിസ്റ്റ് എടുത്തോണ്ടിരിക്കുക. സൂണായിട്ട് വിട്ടോ, ഞങ്ങൾ എത്തിക്കോളാം. ആ ശരി. ക്ലിപ്പിരെ ഇവിടെ ഇരുന്ന് അധികം ക്ലിപ്പിക്കാതെ നേരെ ടാക്കീസിലേക്ക് ഇന്ന് ഇൻസ്പെക്ഷൻ ആള് വരുന്നോ? ഇഞ്ചക്ഷനാ മാധവേട്ടനപ്പോ തന്റെ കുത്തിവെക്കാനാ? ഇറങ്ങിട്ടാ. നമ്മുടെ ഗഗൻ. ആ കള്ളനൊക്കെ നിന്റെ അമ്മാവൻ മുരളിയുടെ വീട്ടിൽ നിന്ന് തിണ്ടി എടുത്തിട്ട് ഞാൻ തന്നാണ്ട. പിന്നെ എന്തിനാ മുരളിയുടെ തിണ്ടികളുടെ നിന്റെ തലമുണ്ടെങ്കിൽ നേരിടാ. അയ്യോ നാല് അഞ്ച് അച്ഛനെ കീശന്ന് കേട്ട കാശല്ലേ? ബസ്. അയ്യോ ബസ് പോയല്ലോ. ഊതല്ലേ വിദ്യാഭ്യാസ സ്നേഹി. അതില്ല 2 വട എടുക്കട്ടെ. ഇയാള് ചത്തില്ലേ? വടനെഹി പാൻപുരി വേൽപുരി ഓംപുരി പഴംപുരി. അരെ നായർ സാബ് കേസേ ഹേ? എടാ ഗഗൻ, നിനക്ക് ഈ നാട്ടിൽ എന്തെങ്കിലും പണിയെടുത്ത് ജീവിച്ചൂടെ? ബി ഗഗൻ, ബോംബെ ഗഗൻ, ഉപ്പത്തെ സ്നാക്കരോ സംസാ താലടി ചന്ദ്രിക്കും. എന്തൊട്ട് 50 മണിയാ? ഇവൻ വന്ന വണ്ടിക്ക് തന്നെ പോകേണ്ടി വരും. നീ എന്താ ഇത്തവണ വരാൻ വൈകിയേ? ജയന്തി വരാൻ കുറച്ച് ലേറ്റ് ആയി. ഈ പെൺകുട്ടികൾ ഇങ്ങനെ വരാൻ കുറച്ച് ലേറ്റ് ആവും. എന്നിട്ട് അവളവിടെ ആരി? ജയന്തി ഉല്ലുക്ക പട്ട. ഏതോ വലിയ ഇല്ലത്തെ പട്ടത്തി കൊച്ചാ. ഏടാ അതൊരു ട്രെയിനാണ്. തീവണ്ടിയാ? ജയന്തി തീവണ്ടിയാ. ജയന്തി ജനത. ഓഹോ സാർ ഇപ്പൊ എവിടെ നിന്നാണാവോ? നിനക്കൊക്കെ ചിന്തിക്കാവുന്നതിന്റെ അപ്പുറത്ത് അങ്ങ് ബോംബെന്ന് അതോ ലോകത്തിന്റെ ഇരുട്ടറയിൽ മിൽഖാ സിംഗിന്റെ കൂട്ടത്തിലായിരുന്നു ഞാൻ. 6 ദിവസം യുദ്ധമാണ് യുദ്ധം. ബ്ലഡ്
എന്ത് അല്ല അപ്പൊ ബാക്കി ഒരു ദിവസോ? ഒരു ദിവസം ഗുഡ് ക്വസ്റ്റ്യൻ. ശനിവാർ ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. അതായത് ഈ ശനിയാഴ്ച ദിവസങ്ങളിൽ ഞങ്ങൾ പൊതുവെ അധോലോക പരിപാടികൾക്ക് പോകാറില്ല. എന്തിനാളിയാ നീ ഇങ്ങോട്ട് പോന്ന്? കണ്ണട വരാനാ? നൊസ്റ്റാൾജിയ. പറയാതെ ബാക്കി വെച്ച 1000 രഹസ്യങ്ങൾ എന്റെ വിനയനുമായി പങ്കുവെക്കാൻ. പിന്നെ ഇതൊക്കെ കാണിക്കണ്ടേ? ഓക്കെ ദോസ്തവും സൗഹൃദത്തിന്റെ തലം സംസാരിച്ചിട്ട് വരാം. ഒരു അഹങ്കാരമില്ലാത്ത തെണ്ടി. പ്രൈം മിനിസ്റ്റർ ലൈറ്റ് ആൻഡ് സൗണ്ട്സ്. പഴയ ബോർഡുകൾ, പൊളിഞ്ഞ ലൈറ്റുകൾ. ആഹാ, ഒരു മാറ്റമില്ല. കട കുറ്റം പറഞ്ഞോ തെണ്ടി. മേടാ കടക്കകത്ത് കയറി പോരും. ഓ പിന്നെ ചുമ്മാ. ചുമ്മാ നല്ല കാര്യമായിട്ട് തന്നെയാ. നിന്നോട് 1000 തവണ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനത്തെ ഈ ഉടായ്പ പരിപാടി കേട്ട് ഈ നാട്ടിൽ തന്നെ നിന്നോളൊന്നു. ഒരു പ്രേം നസീർ കട മുതലാളി. എടാ വിനിയ, നീ എല്ലാം മറന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിനക്ക് വേണ്ടി കത്ത് എഴുതണമെന്ന് പറഞ്ഞപ്പോ ഞാൻ ആ കത്ത് എഴുതി. ആ കത്ത് നീ മാറിക്കൊടുത്ത് തെക്കല് ജാനിച്ച് കത്ത് പിടിച്ചപ്പോ നീ പറഞ്ഞു ഇനി കത്ത് പറ്റൂല. നമ്പർ ലോക്ക് എത്ര? പെട്ടിയുടെ എന്തിനാണ് പെട്ടിയോടച്ച് നമ്പർ ലോക്കേ. അപ്പൊ ഞാൻ നിനക്ക് കാസറ്റിന്റെ ഐഡിയ പറഞ്ഞു. പോടാടും. ഇതൊന്നും പോരാനിട്ട് ഇടതൂർന്ന മുടിയിൽ തുളസിക്കതിർ ചൂടിയ കരിമഷി കണ്ണുകളോടുകൂടി അവളോട് അവൻ പറയാതെ പോയ ഹൃദയ രഹസ്യങ്ങളെ ഒരു ഗഗനഹംസം എന്നോണം അവളിലേക്ക് എത്തിച്ച അരയന്നമാണ് നീ എന്നല്ല പറയാമെന്ന്. തന്നിളിയാ തന്നെ. ഒപ്പം നീ ഇതൊന്നും പറഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലളിയാ, ഇല്ല. മറന്നിട്ടില്ലെന്ന് മാത്രമല്ല നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞു. ഇത് വാക്മാൻ. നടക്കുന്ന മനുഷ്യന്നല്ല. കാസറ്റിലൂടെ പ്രണയിക്കുന്നവർക്ക് ഇനി നടന്നും ഇരുന്നും കിടന്നും പ്രേമിക്കാം. മേഡ് ഇൻ ഗഗൻ. ഇത് നിനക്ക് വേണ്ടല്ലോ അല്ലേ? എന്താ ഗഗനഹംസമേ? എന്താ എന്തെടുക്കാണ്? പാട്ട് കേൾക്കുക. ആരുടെ പാട്ട്? മൈക്കിൾ ജാക്സൺ. ഓ, ക്രിസ്ത്യാനിയല്ലേ? അല്ല, നായരാ. മൈക്കിൾ ജാക്സൺ നായർ. അങ്ങനെ നോക്കിയെന്നേ. എന്തൊക്കെ അറിയണം? ഭഗവാൻ നോക്കുന്നു. പ്രിയപ്പെട്ട നാട്ടുകാർക്ക് നേരത്തെ എന്റെ നമോ പറഞ്ഞായിരുന്നു. ചെവിയിൽ ബീറ്റിട്ടായിരുന്നു. മാറ്റിപ്പിൻ ചട്ടങ്ങളെ എന്നാണല്ലോ ആശാൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നീറാശാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കുമാരനാശാൻ. അതുകൊണ്ട് മാറ്റം നമുക്ക് അനിവാര്യമാണ്. കമ്മിറ്റിയുടെ 1-2 ആലോചനായോഗ പ്രകാരം പതിവ് പരിപാടിയിൽ നിന്നും ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ ഗാനമേള സമയത്ത് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും വേർതിരിച്ചെടുത്തുന്ന സമ്പ്രദായം നിർത്തണം. തേവർ കെ സാമനെ സാബ് ഒരുപോലെ ഹേനാ. സാമാനം എന്തേ? അല്ല, തേവരുടെ മുമ്പിൽ നമ്മളെല്ലാരും ഒന്നുപോലെ അല്ലേന്ന്. ഒരുമിച്ച് ഇങ്ങനെ ഇരിക്കില്ല നമ്മളിങ്ങനെ. തേവർക്ക് 1 2 അവിടെ ഇരിക്കട്ടെ. കണ്ട കള്ളന്മാർക്ക് ഒളിച്ചോടക്കാർക്ക് ഇവിടെ എന്ത് കാര്യം? കമൺ ഔട്ട്. അത് ശരിയാ. ഈ അമ്പലത്തിനെ നട വെച്ച തേങ്ങയും പടവലങ്ങ അടിച്ചു മാറ്റുന്നവർക്കായിരിക്കും ഇവിടെ വലിയ കാര്യം. പെരുവത്ത് കടവിന്റെ ഉത്സവ ചരിത്രത്തിൽ ആദ്യമായി തൃശൂർ പൂരത്തിനെ വെല്ലുന്ന വെടിക്കെട്ടുമായി നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് ആരാണെന്നറിയണ്ടേ? പാറമേക്കാവിലെ ഉത്സവത്തിന് വെടിക്കെട്ട് കൊണ്ട് യുദ്ധക്കളം സൃഷ്ടിച്ച വെടിക്കെട്ട് വേലായുധൻ. ആദ്യം നാട്ടിൽ അപ്പൊ അറിയാം. ആരുടെ ഇയാള്? അറിയാമല്ലേ, വെറുതെ മേടിക്കല്ലേ. വെടിക്കെട്ട് വേലായുധൻ കലക്കി. അടുത്തതായി ലൈറ്റ് ആൻഡ് ഷമോൺ. ഇത്തവണത്തെ ഉത്സവത്തിന് പുതുമയാകാൻ നമ്മൾ കൊണ്ടുവരുന്നു ഇലുമിനേഷൻ ബൾബുകൾ. ഇതൊക്കെ ഇപ്പോഴാണ് ഇവിടെ ഇലുമിനേഷൻ ബൾബ്. എടാ, മിന്നുന്ന ബൾബില്ലേ, കെടും ഓഫാവും. ബോംബെയിലൊക്കെ ഒരുപാടുണ്ടല്ലോ. നമ്മുടെ ഉത്സവത്തിന് ശബ്ദവും വെളിച്ചവും പകരാൻ ലൈറ്റ് ആൻഡ് ഷമോൺ ഏറ്റെടുത്തുകൊണ്ട് പെരുവത്ത് കടവിന്റെ മണ്ണിലേക്ക് ഇതാ എത്തുന്നു ഫിലമൻ ഫിലിപ്പ്. വന്നു. ഈ കട്ടി ഒന്ന് മാറ്റൂ. പരിഷ്കാരി. നന്മ നിറഞ്ഞ പെരുവത്തുകടവ് നിവാസികളെ, നിങ്ങളുടെ അറിവിലേക്കായി 2 വാക്ക്. ലോകത്തെ
ആദ്യമായി ബൾബ് കണ്ടുപിടിക്കുന്നത് എന്റെ ഗുരുവായ തോമസ് ആൽവ എഡിസൺ. അയാൾ ആലോകാരനായിരുന്നോ? തമാശക്കല്ലേ? നിനക്കെന്താ കണിക്കടുണ്ടോ? ആ കുന്തു അങ്ങ് ഊരി കളഞ്ഞു. ബോംബെയിൽ എല്ലാവരും വെക്കൂലോ ചുമ്മാ. പ്രിയമുള്ളവരെ, നമ്മുടെ ഐസക്കിന് വെറും ഒരു ആപ്പിൾ തലയിൽ വീണിട്ടാണല്ലോ ബോധോദയം ഉണ്ടായത്. ഇവന് ഉദ്ദേശിച്ച കറുപ്പൊന്നുമില്ലാട്ടാ. ഇത് കൂടെ നോക്കി ഇവനെ കാണൂല. നോക്കണ്ട. നടന്നു പോകുമ്പോൾ ലക്ഷക്കണക്കിന് മിന്നാമിനുങ്ങളെ കണ്ടിട്ടാണത്രേ അദ്ദേഹത്തിന് ഇലുമിനേഷൻ ബൾബ് എന്നൊരു ആശയം. അവന്റെ ഒരു എഡിസൺ ഇലൂമി പിടിച്ചേ. സർവേക്കല്ല കാക്കതൂറിയ പോലെ നിന്റെ 32 പല്ലുണ്ടല്ലോ, അതേ അടിച്ച് താഴെടും. എന്തേട്ടാ സയൻസ് ഇഷ്ടല്ല? അല്ല, ഇത് എവിടുത്തെ ഇടപാടാ? ഇവിടെ ഉത്സവത്തിന് എല്ലാ തവണയും ലൈറ്റ് ആൻഡ് സൗണ്ട് പരിപാടി നടത്തുന്നത് ഞങ്ങളാ. പിന്നെ പെട്ടെന്ന് കാരണം അറിയിക്കാതെയുള്ള ഈ മാറ്റം എന്തിനാണെന്ന് അറിഞ്ഞാൽ കൊള്ളാം. അയ്യോ, അതുകൊണ്ടല്ലേ നേരത്തെ തന്നെ വിനയ കുനീതനായി ചില മാറ്റങ്ങളുണ്ടെന്ന് അറിയിച്ചത്. അതാണ്. ഓ, അതുകൊണ്ടായിരിക്കും പറഞ്ഞുറപ്പിച്ച കൊട്ടേഷൻ നിങ്ങൾ മറിച്ചത്. എടാ, കുറെ നാളായല്ലോ നീക്ക് നാട്ടുകാരെ പറ്റിക്കാൻ തുടങ്ങിയിട്ട് ലൈറ്റ് ആൻഡ് സൗണ്ട് പേരിൽ. എടാ, ഇപ്രാവശ്യം ഞങ്ങൾ നല്ല ഒന്നാം തരം വിദേശ ലൈറ്റുകളാണ് ഇറക്കാൻ പോകുന്നത്. മക്കള് ഞങ്ങളുടെ ഇല്ലുമിനേഷൻ കണ്ട് പിന്നെ നിന്റെ ഒക്കെ ഇലുമിനേഷൻ അവിടെയാണല്ലോ കാണാൻ. അവന്റെ ഫീസ് പോയി. അതെ, എല്ലാ കൊല്ലവും പാലാട്ടരക്കാരല്ലേ നടത്തുന്നത്. ഈ കൊല്ലം 2 കൂട്ടരും കൂടി നടത്തട്ടെ. നമുക്ക് ഉത്സവമല്ലേ വലുത്. അയ്യോ, അങ്ങനെ 2 കൂട്ടരും കൂടെ ഉണ്ടാക്കണ്ട. എന്നാ ഞങ്ങൾ ഉണ്ടാക്കാം. എന്നാ നീ ഉണ്ടാക്കും. നിനക്ക് ഉണ്ടാക്കണ കാണണോ? ഓ, നീ വീണ്ടും ഉണ്ടാക്കുവോ? പശുക്കളോട് തൊഴുത്ത് എവിടെ കെട്ടണമെന്ന് ആരും ചോദിക്കാറില്ല. പിന്നെ ബോംബെ ചോദിക്കും. മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇത്തവണ വെമ്മാരതങ്ങ് നടത്തും. ഇത് എന്റെ തീരുമാനമാണ്. ആർക്കെങ്കിലും എതിരഭിപ്രായം ഉണ്ടോ? ഉണ്ടോ? ഇടിയടാ, മുണ്ട് മുടക്കി കുത്തുകേണ്ടതെന്നാ മതി. വെറുതെ എന്റെ ധൈര്യം ടെസ്റ്റ് ചെയ്യരുത്. കാര്യഭൂതമേ, ഞാനാ നീയേ എന്റെ പല്ല് സെറ്റ് വെച്ച് എന്നെ കോക്കിരി കാണിക്കണ കേട്ടാ. നീ കൂടുതൽ ഉണ്ടാക്കണ്ട ഇത് വെച്ച്. കൊണ്ടുപോയിക്കോ കമ്മിറ്റി ചേട്ടാ. അവന്റെ മൈക്കും എന്നാലും എന്റെ മാധവേട്ടാ, മിന്നുന്ന ബൾബിന്റെ പേരിൽ അവന്മാര് നമ്മളെ ചവിട്ടി ഇറക്കിയല്ലോ. ഞാൻ കിളിപ്പീര് ജോസാണ്, കീരിക്കാടൻ ജോസിന്റെ ഫാനാണ്, കർത്താവാണ്. അവന്മാരെ മണ്ണിൽ വാഴിക്കില്ല. കീരിക്കാടന്റെ കിണ്ടി അപ്പക്കരി പൊട്ടിക്കണ്ടായിരുന്നോ? അതിന് ഞാൻ അവിടെ ഇല്ലല്ലോ. ഓ, ഉണ്ടായിരുന്ന നീ മലത്തിയനെ. ഇതാ ഒരു മറ്റവന്മാരുടെ കമ്മിറ്റിക്കാൻ വരാത്തത്. ചുമ്മാ പിക്കി തോണ്ടി നക്കി മൊണ്ണകള്. നീ കളിക്കല്ലേ, നീ ലിസ്റ്റ് ഉണ്ട്. കണ്ട മിന്നിത് കണ്ട. എടാ, നീ കണ്ടില്ലേ? എടാ, നീ ഇറക്കുന്നു അവിടെ വെച്ചേ. എടാ, നമ്മളെ ഒഴിവാക്കി അവന്മാരിവിടെ മിന്നിക്കുന്നത് നമുക്കൊന്ന് കാണാം. എടാ, ഉത്സവമായിട്ട് വെറുതെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. ഇല്ല, പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അവന്മാരുടെ തെറിയും കേട്ട് കിട്ടേണ്ട പണിയും പോയി തലവടി മുണ്ടുകൂട്ടി ഇവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാം. കൊടുക്കുന്നുണ്ട്, ഞാൻ നല്ല പണി കൊടുക്കുന്നുണ്ട്. അല്ലാതെ ഈ മീശ വെച്ചോണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. കിടന്ന് ചാവാതറ. നിന്റെ ഇപ്പോഴത്തെ പ്രശ്നം എന്താ? അവൻ മാർക്കറ്റ് 2 പൊട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂടെ നിൽക്കൂ. പൊട്ടിക്ക. പക്ഷെ ഇപ്പോഴല്ല, 10ാം ഉത്സവത്തിന്റെ അന്ന്, ആറാട്ടിന്റെ അന്ന് നാടൻ തല്ല്. അതാണ് നാട്ടുനടൻ. അത് മതി. ഈ അടിക്കാനും പിടിക്കാനും പോകുന്നതിന് മുമ്പ് രണ്ടുപേരോട് ഒരു കാര്യം പറയാം. ഉത്സവത്തിന് പടമിറക്കാൻ പറ്റുമെന്ന് തോന്നുന്നു. അതെന്താ? ഇന്നാണെങ്കിൽ ഇൻസ്പെക്ഷൻ വന്നവന്മാര് മൂത്രപ്പര ശരിയില്ല എന്ന് പറഞ്ഞ് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാതെ പോയി. അതിന് ഈ 2 മണിക്കൂർ മുള്ളതിരുന്നാ പോരെ? ഞാനും അത് പറഞ്ഞു നോക്കിയതാ. ആവന്മാര് മുള്ളിച്ചേ അടങ്ങും. ഈ പഞ്ചായത്തുകാരുടെ ഒരു പിടിവാശി. വിനയ് ഭായ്, ഈ പച്ച നീലവയറ് കൊടുക്കണോ അതോ അപ്ലൈക്ക് കൊടുക്കണോ? നിന്റെ മറ്റേടത്ത് നീ എന്റെ മേടിക്കും കേട്ടാ. നീ പറഞ്ഞോ. എടാ, കോട്ടയം കുഞ്ഞച്ചന്റെ കാര്യം ശരിയായിട്ടുണ്ട്. പക്ഷെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ ഒരു ജനറേറ്ററും കൂടെ വാടകയ്ക്ക് എടുക്കേണ്ടി വരും. അതിനും ഭഗവാനെ തന്നെ കാണേണ്ടി വരും. അതിനുള്ള വഴിയാ ആ പന്നികൾ അടച്ചത്. ഇനിയും ഭഗവാന്റെ മുന്നിൽ തന്നെ പോയി നിൽക്കണ്ടേ? എനിക്ക് ഉറപ്പാ ഇത് അയാളെ മനഃപൂർവ്വം നമുക്കിട്ട് പണിതാ. മാധവ, അയാളോട് കാശ് ചോദിക്കണ്ടെന്ന് ഞാൻ പറയില്ല. പക്ഷേ ഭഗവാൻ ആളൊരു കുറുക്കനാ.
സൂക്ഷിച്ചില്ലെങ്കിൽ കാലിനിടയിലെ മണ്ണ് വരെകൾ തോണ്ടിക്കൊണ്ട് പോകും. അത് ശരിയാ. പക്ഷെ നാളിതുവരെ ഉത്സവപ്പടം കളിക്കാതിരുന്നിട്ടില്ല. എന്തായാലും വേണ്ടില്ല, ഉത്സവത്തിന് പടം ഇറക്കിയേ പറ്റൂ. മരിക്കോ? പേടിക്കണ്ട. ഇത് കൂട്ടിമുട്ടുന്നോടുകൂടി പ്രാവശ്യത്തെ KCB അവാർഡ് എനിക്കാണോ? കണ്ട ആദ്യം പോലെ ഞാൻ പറയണ ഉണ്ടാക്കല്ലോ അവന്റെ ഒരു മാധവ ഉത്സവത്തിനേതാ പടം? കോട്ടയം കുഞ്ഞച്ചനാ പറഞ്ഞിരിക്കുന്നത്. എന്താ മാധവ? മാധവൻ ഇത്തിരി പൈസയുടെ ആവശ്യം. ഉത്സവം പ്രമാണിച്ച് പുതിയ പടം ഇറക്കാനാണെന്ന്. തരാനുള്ളത് തിരികെ തന്നിട്ട് പോരെ മാധവ, പുതിയ പടം ഇറക്കലൊക്കെ. അടുത്ത ഓട്ടം കഴിയുമ്പം തിരിച്ചു തന്നേക്കാം മേനോ സാറേ. ഉത്സവത്തിന് നല്ല ആള് കയറും. താൻ ഈ കളക്ഷന്റെ കാര്യം പറഞ്ഞ് എന്നെ പറ്റിക്കാൻ തുടങ്ങിയിട്ടേ കുറച്ചു കാലമായി. അയ്യോ, തരാനുള്ളതൊക്കെ എന്ത് തന്നു തീർക്കാന്നാ വിചാരം? ഞാൻ തന്നു. എന്തോ നടത്തുക. ശരി, ഇത്തവണ കൂടി ഞാൻ കാശ് തരാം. പക്ഷെ ഒരു നിബന്ധനയുണ്ട്. അച്ഛാ, വെള്ളം ചോദിച്ചായിരുന്നോ? കയറിപ്പോടി. ഒരു 100 തവണ വിളിച്ച വിളിയാക്കാത്തവള വെള്ളം വേണോന്ന് കയറിപ്പോഴത്തേക്ക് ശത്രുക്കൾക്ക് പോലും വെള്ളം കൊടുക്കാറുണ്ട്. ഒരുങ്ങിക്കെട്ടി വന്നോളും ഓരോന്ന്. അതെങ്ങനെയാ? മൂത്തവളെ കണ്ടല്ലേ പഠിക്കൂ അല്ലേ? മാധവനൊന്നും പറഞ്ഞില്ല. അല്ല മേനോൻ സാറേ, ഈ നിബന്ധന എന്ന് പറയുമ്പോ ഈ വരുന്ന മീനം 23-ാം തീയതി, അതായത് 8ാം ഉത്സവത്തിൻ്റെ അന്ന് താൻ എനിക്ക് തരാനുള്ള പണം മൊത്തം വേണ്ട, 3/4 ഭാഗമെങ്കിലും തിരിച്ചു തരാമെങ്കിൽ പണം ഞാൻ തരാം. ഞങ്ങൾ തന്നോളാം. ഇവന്റെ വായൊന്നല്ല, മാധവൻ തന്നെ പറയണം. ദാ ഉറപ്പിക്കണോ? പറഞ്ഞു. ഞാൻ തന്നോളാം മേനോ സാറേ. ഗോവാച്ച, അതിൻ്റെ ഒരു ഒപ്പ് വെച്ചിട്ട് ഗോവാച്ചൻ്റെ അടുത്ത് വാങ്ങിച്ചോ. ഓ, കയ്യിലോട്ടിട്ടു. പിന്നെ മാധവ, പറഞ്ഞ സമയത്ത് പണം എങ്ങ് വന്നില്ലെങ്കിൽ പിന്നെ മേനോൻ ഭഗവാനാണ്, വില്ലനാണ് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്ഥലം ഞാനങ്ങ് എഴുതിയെടുക്കും. ഉത്സവത്തിന് കാണാൻ ടാറ്റാ. അല്ല, ഒരു പാറ്റ. പ്രിയപ്പെട്ട ഭക്തജനങ്ങളെ, പെരുവത്ത് കടവിനെ കാക്കുന്ന മഹാദേവന്റെ മണ്ണിൽ ഇനി ഉത്സവത്തിന്റെ നാളുകൾ. ഈശോ മറിയം മൗസേപ്പേ മറിയം വന്ന് വിളക്കൂതി തോത്തു ആയിരുന്നോട്ടാ. ആദ്യമായിട്ടാണേ കമ്മിറ്റിയുടെ പ്രത്യേക അറിയിപ്പ്. കഴിഞ്ഞ തവണത്തെ പോലെ മറ്റു കരക്കാരുടെ തോരണം, ബാനറുകൾ എന്നിവ നശിപ്പിക്കപ്പെട്ട ശിക്ഷാ നടപടികൾ ഉണ്ടായില്ല. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് കൃത്യം 8 മണിക്ക് തന്നെ ഞാൻ ആദ്യമായിട്ട് കട്ടത് അവളുടെ ചോറ്റും പാത്രം. രംഗത്ത് ഹനുമാനായി വിനയചന്ദ്രൻ, രാവണനായി കിളിപ്പീരി ജോസ്, ലക്ഷ്മണനായി കോണേൽ അലിയൻ രഘു, അപ്പുണ്ണി, രചന സംവിധാനം ഹലോ നീറിരാജൻ. അച്ഛനാ തട്ടക്കാരാൻ പോകുന്ന അനുഗ്രഹിച്ചേക്കണേ. പിടിച്ച് വീണ വായിക്കാണ്. എങ്ങനെയുണ്ടാ കൂളിംഗ് ഗ്ലാസ്? ഒരു ഫോട്ടോ എടുക്കാം. രാവണ വരൂ. ഇതെന്ത് ഫോട്ടോ മോനെ? ഭാവിയിൽ ഇതൊരു സംഭവം. ഈ പ്രാവശ്യവും അമ്പലപ്പുറമിന്ന് തല്ലിട്ട് തോന്നണം. ഭഗവാനെ,
തല്ലണം ഓടട്ടെ. ബലൂൺ 1, അവര് വരും. ബലൂൺ 2. ഒന്ന് നോക്കി വെച്ചേക്കെ. താലപ്പൊലി ഏന്തി നിൽക്കുന്ന പെൺകുട്ടികളുടെ പുറകിൽ നിൽക്കുന്ന ഉല്ലാസിന്റെ ശ്രദ്ധയ്ക്ക്. ഉല്ലാസ, നിന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. നീ വരുന്നില്ല. ഞാൻ വരാം. അമ്മ പോയിക്കോ. ഈ പ്രാവശ്യം തല്ലുള്ളിക്കല് പോവാനെ. അതെ, ഞാൻ അകത്ത് പോകാം. ഞാനും വരാം. വേണമെന്നില്ല. ഇതെടുത്താകും. ആഞ്ജനേയാ, തുടങ്ങിക്കോളൂ. നിന്റെ പാതാരവിന്ദങ്ങൾ തൊട്ട് ഭഗവാന്റെ ചെരുപ്പും കൊണ്ട് അടിയാൻ പോവാണേ. നല്ല പ്രാർത്ഥന. ആരും കണ്ടില്ല. എവിടെ? ഗുഡ് ഈവനിങ്. എന്തുണ്ട് വിശേഷം? വിനയേട്ടാ, അച്ഛനും അമ്മയുണ്ട്. വേഗം പോണു. എന്റെ പൊന്നോ, ആണ്ടിനും സംക്രാന്തിക്ക് ഒന്ന് കാണുന്നത് തന്നെ. അതിനിടയ്ക്ക് അച്ഛനും അമ്മയും പോമറ. ഇങ്ങനെയൊക്കെ ഇപ്പൊ കണ്ടാ മതി. അച്ഛൻ അറിഞ്ഞാ ഭിത്തിയിൽ പടമായിട്ടിരിക്കേണ്ടി വരും. നിന്റെ തന്തപടിക്കേ ഞാൻ ഒരു പണിയുന്നുണ്ട്. വിനയേട്ടാ, ഞാൻ പോവാ. അച്ഛൻ അങ്ങനെ ഇപ്പൊ ഇങ്ങോട്ട് വന്നാ. അങ്ങനെയൊന്നും ഇപ്പൊ ഇങ്ങോട്ട് വരത്തില്ലെന്നേ. അതിനുള്ള പണി ഒപ്പിച്ചിട്ടാ ഞാൻ ഇങ്ങോട്ട് പോന്നേ. എന്ത് പണി? ഭക്തജനങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. നമ്മുടെ മേനോൻ സാറിന്റെ വെള്ള ലെതർ ചപ്പൽ ഒന്ന് ശ്രദ്ധിക്കൂ. കാണാനില്ല. കണ്ടുകിട്ടുന്നത് ദയവ് ചെയ്ത് കമ്മിറ്റി ഓഫീസുമായി ബന്ധപ്പെടേണ്ടത്. ഇങ്ങനെ ഇരിക്കും വിനയ ഹനുമാനോട് കളിച്ചാൽ. വിനയേട്ടൻ എപ്പോഴും തമാശ. ഞാൻ പോവാ. അങ്ങനങ്ങ് പോയാലോ? കിട്ടിപ്പോയി. വാക്മാനോ? ഇതെവിടുന്നാ? നിനക്ക് വേണ്ടി കാശ് കൂട്ടി കൂട്ടി വെച്ച് ഞാൻ വാങ്ങിയതാ. ഫോറിനാ. എങ്ങനെയുണ്ട്? അയ്യോ, ഇതേ അച്ഛൻ. എടാ വിനയ, എനിക്കറിയായിരുന്നടാ നീ ഇതുപോലെ എന്തെങ്കിലൊക്കെ ഒപ്പിക്കുന്നു. ഹനുമാൻ സ്വാമിയും ഉമ്മയും അല്ലേ? മാച്ചാവൂല. അമ്പലപ്പറമ്പിൽ തോന്നിയ ദിവസം കളിക്കണം. ഇങ്ങോട്ട് വന്നേ. അവള് നിന്റെ എവിടെയാണോ വെച്ചേ? കവളത്താൻ തോന്നുന്നു. ഒരു മരവ് പോലെ. എന്റെ ഈശ്വര, മിന്നുന്ന ബൾബ് കൊണ്ട് അവന്മാർക്കിട്ട് ഒരു പണി കൊടുത്തപ്പോ അവൻ വീട്ടിൽ കയറി മിന്നിച്ചല്ലോ. എന്റെ ഭഗവാനെ. കുന്തം കുറച്ചൊക്കെ എടുത്തിട്ട് കുന്തം എന്റെ കഥ അവിടെ. മംഗളം ഭവന്തു. ഓക്കെ, ഞാൻ കൊടുക്കാം. എവിടെ പോകുന്നു? ഈ പെരുവത്ത കടവ് മൊത്തം ഇരുട്ടിലാക്കാനല്ല. കറണ്ട് അടിക്കരുത്. വലിച്ചോ. എന്റെ കറണ്ട് ദൈവങ്ങളെ, എന്ത് രസമല്ലാണ് ഇതിങ്ങനെ പോയി വരുന്ന കാണാൻ. സംഭവം കൊള്ളാം. പിന്നെ എടാ, നമ്മള് പക്ഷെ ഇങ്ങനെ സെറ്റ് ചെയ്തായിരുന്നു. ഇത് ഞങ്ങൾ രണ്ടുപേരും കൂടെ സെറ്റ് ചെയ്തതാ. ദിങ്ങനെ പോയി ദിങ്ങനെ തിരിച്ചു വരും. കണ്ടോ? ഇതാണോ അവിടെ പോയി തിരിച്ചു വരുമെന്ന് പറഞ്ഞത്? ചിറ്റട മോനെ. അണ്ണാ, ഇതാരോ ഓഫ് ചെയ്താണ്. ഡയലോഗില്ലേ? എന്താ ആക്രമണം കീജി? അല്ല, ഇനി പടിയല്ലേ? ഉണ്ടായിരടാ. ബോംബെയിലൊക്കെ അങ്ങനെയാണ്. അവന്റെ മണ്ടയടിച്ച് പൊളിക്കടാ. ഇത് കുറെ പേരുണ്ടല്ലോ, ഒരു കുന്തത്തിൽ തീരൂല. അണ്ണം വീണു. തല്ലിക്കോ. പടമോട്ടപ്പലയാ.
നിർബന്ധ കാലി പിടിച്ചോന്നിന്റെ ചെവി ഞാൻ നിനക്ക് സയൻസ് ഇഷ്ടല്ലല്ലോടാ. സയൻസ് പഠിപ്പിക്കലടാ പട്ടി. കിളി കയറി കിളിയെ പിടിക്കാൻ പെണ്ണ് കയറി ആ പാലാട്ടിയറയിലെ ചെക്കന്മാരാ. ഭഗവാൻ ഇറങ്ങിയടാ, അടിച്ചോടിക്കടാ. അരേ തൂ ചക്കർ വിട്ടോടാ. ഓടാൻ ഇത് തന്നെയാണ്. എന്നാരേ തൂ ചക്കർ ഓടിക്കോളാം. കിളി കയറി പെണ്ണ് കയറി കുപ്പിവള ചത്താലും ഞാൻ വിടില്ലെന്നാ. എടാ തിരിഞ്ഞോളം നിനക്ക് വട്ടാണോ? മനസ്സിലായ? ആ ബലൂൺ പൊട്ടിച്ചേ. ഇനി പൊട്ടിക്കരുത്. ഇനി പൊട്ടിക്കരുത്. വിനയ ഓടി വാട. തല കാരണം ഒന്നും കാണാനും പറ്റില്ല. സീതരാമനൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷനെ കാണാൻ ചെയ്യും. അല്ല നായരെ, ഈ കേൾക്കുന്നൊക്കെ ശരി തന്നെയാണോ? നമ്മളെ പിള്ളേര് തന്നെയാണോ? പിന്നല്ലാതെ ഇന്നലെ ഉത്സവപ്പറമ്പിൽ പൊരിഞ്ഞടിയായിരുന്നില്ലേ? ആഹാ. നായരട്ടാ 2 ചായ. നീയൊക്കെ ഇന്നലെ ഉത്സവം കലക്കിന്ന് പത്രത്തിലുണ്ടല്ലോടാ. ഓ അപ്പത്തേനും പത്രത്തിൽ വന്ന നിന്റെയൊക്കെ വിളച്ചിരിത്തിരി കൂടുന്നുണ്ട് കേട്ടാ. മിസ്റ്റർ ബജരംഗൻ, ഈ മിന്നുന്ന ബൾബ് ഒരാഴ്ച കൂടുമ്പോഴാണ് കത്തുന്നത്. നമുക്കറിയാൻ പാടാത്തോണ്ട് ചോദിച്ചതാ. ഇന്നലെ മിന്നീതാ, പിന്നെ ഇതുവരെ കത്തിയിട്ടില്ല. നാണോ ഫ്യൂസ് ഊരിട്ടെന്ന് ചലിക്കുന്ന നീയൊക്കെ ഊരിയതേ ബൾബിന്റെ ഫ്യൂസ് അല്ല, ഞങ്ങളുടെ അണ്ണന്റെ ഫ്യൂസാ. പോരെണ്ണ എടാ വിനയ, നീയൊക്കെ ഞങ്ങളെ തല്ലിയത് പോട്ടെ നോക്കാം. പക്ഷെ എന്തിനാണ് ഒന്നും അറിയാത്ത ഈ പാവത്തിനെ തല്ലിയത്?
കാരണമില്ലാതെ ഒരു തെണ്ടികളെയും ഞങ്ങൾ തല്ലാറില്ല. ഇവന്റെ ഫിലിമെന്റിന്റെ നില ഒരല്പം കൂടുതലായിരുന്നു, അതാ തല്ലിയത്. എടാ ഫിലമെന്റ്, ഒരു കാരണവുമില്ലാതെ ഇവന്മാരാരെയും തലത്തില്ലെന്ന് നീ അടുത്ത ബസ് പിടിച്ച് സ്ഥലം വിട്ടോ. അതാ നല്ലത്. ഞാനൊന്നും പോവില്ല. പൊട്ടി ബൾബിന്റെ കാശിൽ അത് മോലാളി കട കയറ്റില്ല. മാത്രല്ല അത് സാധാരണ ബൾബൊന്നല്ല, ഇല്യൂമിനേഷൻ ബൾബാണ്. ഇപ്പൊ ശരിക്ക് ഫ്യൂസ് ആയണ്ണാ. എന്റെ പൊന്ന് നായരേട്ടോ, നമ്മുടെ 60 വാട്സിന്റെ ബൾബ് ഒരു 10 തവണ മിന്നിയും കിടയും ചെയ്ത് അടിച്ചു പോകത്തില്ലേ? അടിച്ചു പോകത്തില്ലേ? ഇതുവരെയുള്ള നായരേട്ടം പറ. പിന്നെ പോവും. അതാണ് നീയൊക്കെ തന്നെയാണോ ചെയ്തത്? അതിനുള്ള തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. എങ്കിൽ ആ തെളിവൊന്നെടുത്തേ ഞാനൊന്ന് കാണട്ടെ. ഞങ്ങളൊക്കെ വെറും മറ്റേ ഉണ്ണക്കന്മാർ ഉണ്ണാക്കന്മാരെന്ന് വിചാരിക്കില്ല കേട്ടോ. ഇവിടെ അരേതു ചക്രം നീ കേരളത്തിൽ പിന്നെ ആരാണ് പറയുന്നത്? ചക്കറോ? കണ്ട കേട്ടാ, നായരേട്ട പേര് അരേത്തു ചക്രം എന്ന് പറഞ്ഞു. എന്ന് വെച്ച് നായരേട്ടനാണോ അതൊക്കെ ചെയ്തത്? ഞാനൊന്നുമല്ല. വിനയ ഇനി ഇവനാ ഒന്നിങ്ങി വന്നേ. എന്താടാ പ്രശ്നമില്ലോ? ഒറ്റയ്ക്ക് നടികളുണ്ടോ? എന്നിട്ട് കാണാട്ടോ. കണ്ട എന്തോ ഗൂഢാലോചനയാ. എന്താ കാര്യം? നിന്റെ കാര്യം പോക്കാ വിനയ. അതിന് ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ദൈവന്മാരെല്ലാം ഉണ്ടായിരുന്നു എന്റെ കൂടെ ഫ്യൂസ് ഊരാൻ. മിക്കവാറും നിന്റെ ഫീസ് ഭഗവാനൂർ. നീയും ശ്രീദേവിയായിട്ടില്ല അതിന്റെ കാര്യേ ഭഗവാൻ അറിഞ്ഞു. നീ ഇതിപ്പോ എവിടെന്നാ? ഞാൻ ഭഗവാന്റെ വീടിന്റെ അടുത്ത് കൂടി വന്നപ്പോ കേട്ടതാ. ഇവനെ കൊല്ലൂന്ന് പറഞ്ഞ് കലിതുള്ളി നിൽക്കുന്നുണ്ടായിരുന്നു. ഇവന് മാത്രം കൊല്ലുള്ളൂ അതോ കൂടുതലുള്ളവരും കൊല്ലൂ? മിക്കവാറും നമ്മളെല്ലാരും കൊല്ലും. തീരുമാനായി. വിനയ, 8:30 ജനതയ്ക്ക് ഞാൻ അങ്ങ് പോവുക. കത്തെഴുതാം, മറുപടി നീ അയക്കണം. പേടിക്കണ്ട. കൊല്ലും ഞാൻ ആ പട്ടിയെ. കൊല്ലണം? അയ്യോ അളിയാ, ഞാനൊന്ന് പറഞ്ഞു. താനൊരു കോപ്പം പറയണ്ട. താൻ ഒറ്റ കാരണം അതൊക്കെ സംഭവിച്ചത്. ഇവിടെ ഇപ്പൊ എന്താ പ്രശ്നം? വെറുതെ നാട്ടുകാരെ കേൾപ്പിക്കാനായിട്ട് മിണ്ടിപ്പോരുത്. ഒരുത്തി പോയത് മതിയായില്ല എനിക്ക്. ഇത് കണ്ട വാക്മാൻ, ഇവളും ആ ടാക്കീസിലെ ഓപ്പറേറ്റർ പയ്യനുമായിട്ട് എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. മൂത്തവള് വേലിയാടിയാ പോയതെങ്കിലേ ഇവള് മതിലിയാടാ നിൽക്കുക. എന്റെ തേവരെ, നേരാണോടി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഉത്സവം കഴിയുന്നവരെ പുറത്തെങ്ങാനും ഇറങ്ങിയാൽ കേറി പൊക്കോളാത്തേക്ക്. നടക്ക്. എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ വിനേട്ടനോട് പോകും. ഇനി എന്താ വേണ്ടെന്ന് എനിക്കറിയാം. അയ്യോ അളിയാ, അതെ ഉത്സവം ഒന്ന് കഴിഞ്ഞോട്ടെ. ഇപ്പൊ എടുത്ത് ചാടിയ പഴയതുപോലെ നാറും. ഒരു വീട്ടിലെങ്ങനെ കയറാന്ന് കാണിച്ചു തരാം. പ്ലാൻ നമ്പർ 1. കള്ളപ്പെരിച്ചാഴി, നിന്നെ തലവെട്ടിച്ച മതിലേക്ക് നയിക്കോ. പ്ലാൻ പൊളിഞ്ഞെന്ന് വെട്ടി കൊള്ളാനൊക്കെ നമുക്ക് രക്ഷപ്പെടാം. ഇത് എന്റെ ബാക്ക്മാൻ അല്ലത്. തെണ്ടി എന്താ ഏട്ടാ അവിടെ പ്രശ്നം? ഒരു കമ്പിത്തിരിട്ട് കിട്ടേ. നിന്റെ വീട്ടിൽ പോയി കൊടുക്കടാ. ഇതാ പ്രശ്നം. ഈ നാടേ ശരിയല്ല. പോട്ടെ മകളെ. ബിജു കിട്ടൂടാ. വെടിക്കട്ജി ബിജു അല്ല, ബജ്രംഗൻ. കിട്ടുവോ? അതായത് വെടിക്കട്ജി നമ്മളാരും ഇതുവരെയായിട്ട് ചോദിച്ചിട്ടില്ല. ഇവിടെ വീട് വലിക്കുന്ന ആര് വേണോ? ഒരു തീപ്പെട്ടി. തീപ്പെട്ടി കൊടു. തീപ്പെട്ടി ഇല്ലാതാണോ വെടിവെക്കാൻ ഇറങ്ങിയിരിക്കുന്നത്? വെടി എപ്പോ വെക്കുന്ന എവിടെ വെക്കുന്നതൊക്കെ വേല നോക്കിക്കോളാം. ഏതടാ ഈ കരുത മോനൻ? ഒന്നും വിചാരിക്കരുത്, ചിറ്റയുടെ മോനെ. ചിറ്റയുടെ മോൻ. അണ്ണാ എന്റെ ബൾബും കാശും. ഏയ് ഡാർക്ക് മാൻ, നീ വെറുതെ വേലായുധനെ കൊണ്ട് പിച്ചാത്തി അടുപ്പിക്കല്ലേ. ഇത്ര മുക്കുന്നു. ഇതാ ഞാൻ പറഞ്ഞ ആൾക്കാർ ഒന്ന് വരട്ടിയേ. കട്ടിയിലായിക്കോട്ടെ. എവിടെ കണ്ടു നോക്കുന്നുണ്ട്. ഈ പച്ചക്കാരനാരാ? ഇന്നലെ രാത്രി ഞാൻ കണ്ടോന്ന് പറഞ്ഞില്ലേ, അയാളാ. ആണോ? എന്തുട്ടാ ഡ്രസ് ചെയ്ത് ക്യാമറയാ? കോണക. എങ്കി ആ കോണക എടുത്തൊന്ന് ആരെയൊന്ന് മറച്ചേ, അണ്ണൻ കാണട്ടെ. അയ്യോ അല്ല അണ്ണാ, അണ്ണന്റെ ആഗമന ഉദ്ദേശം ഞങ്ങൾ പെരുവത്ത് കടകുകാര് കോണ കൊടുക്കുന്ന കാണാനാ. ഇടക്കന്നാലേ വടക്കുന്നാനം മണ്ണിപ്പിച്ച് ചോദിച്ചാലേ ഈ വേലായുധൻ എങ്ങനെയാ വെടിക്കിട്ട് വേലാനെന്ന് കഥയെ പറയും. നിന്റെ മോറ് കാണാൻ നല്ല ചന്തേട്ടാ, പക്ഷെ മ്യൂസിക് അത്ര മൂപ്പ് പോരാ. ഇനി നീ വടക്കും ഭാഗത്തെ പെണ്ണിന്റെ പുറകെ നടന്നെന്നറിഞ്ഞ ദേവരുടെ വെടിക്കെട്ടിന്റെ ഒരു സാമ്പിളായിട്ട് വരും. അണ്ണൻ ചെല്ല്, നമുക്ക് പിന്നെ പടപ്പിക്കാം.
ചെല്ലാൻ പിന്നെ പടപ്പിക്കാൻ. പിന്നെ പറിപ്പിക്കാന്ന്. നീ ചെവിയിൽ വിളിക്കോ. 8 ദിവസം നീ ഒന്നും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കത്തില്ല. കോട്ടയം കുഞ്ഞിട്ടാണോ പറയുന്നത്? എന്താ ഒരു തീപ്പൊരിയ രോമാഞ്ചം കൊണ്ടൊരു രോമാഞ്ചം. ജയം കഴിഞ്ഞ നമ്മുടെ ആളാ മാധവ. പണ്ടത്തെ പോലല്ല സിനിമയ്ക്ക് വന്ന മാറ്റങ്ങളെ നിന്ന് കത്തണ കണ്ടോ. തീപ്പൊരിയും രോമാഞ്ചൊക്കെ ശരിയാ. എടാ 8ാമത്തെ ഉത്സവത്തിന്റെ ഭഗവാന്റെ കാശ് രൊക്കം കൊടുത്തില്ലെങ്കിൽ നമ്മളായിരിക്കും നിന്ന് ആര് കത്തും. ഒന്ന് പോടാപ്പാ. നമ്മുടെ ഈ ടാക്കീസ് വിട്ട് ആരും മാറാൻ പോകുന്നില്ല. ഇനി അങ്ങനെ സംഭവിക്കണമെങ്കിലേ ഈ നീറങ്ങ് പോയി മാനം കറക്കണം. ഒന്നും ഉണ്ടായിരടാ. ആരടാ ചതിച്ചാശാനെ, ചതിച്ചു. ആരടാ? ജോഷിയാണടാ? സംവിധായകനാ? പിന്നെ ഇവനെ തല്ലാൻ വേണ്ടി ഇറക്കിയതാ. ഉത്സവ പറമ്പ് വെച്ച് ഇപ്പൊ ചെറുതായിട്ടൊന്ന് കോർത്തിട്ട് വരിക. ഞാൻ അപ്പോഴേ നിന്നോടൊക്കെ പറഞ്ഞതാ. അയ്യോ അപ്പൊ നിനക്കൊക്കെ പഴവും മാങ്ങ ഒരുമിച്ച് പറിക്കണം. പഴം മാങ്ങ അത് എന്നെ കൊണ്ടൊന്നും പറയിക്കരുത്. ഉത്സവം അലങ്കോലമാക്കി ഇപ്പൊ നാട്ടുകാരോരോന്ന് പറഞ്ഞ് ഉണ്ടാക്കുന്നുണ്ട്. നിൽക്കുന്നത് കണ്ടില്ലേ? ആഹാ, എന്റെ ആശാനെ, നാട്ടുകാരുടെ മുന്നിൽ നാണം കെടുത്ത പിന്നെ കൈ കെട്ടി നോക്കി വെക്കണോ? എടാ നീ അവനെ കൂട്ടുപിടിക്കണ്ട. നാട്ടുകാർ നിന്നെ നാണം കെടുത്താൽ നീ നോക്കിയാൽ മതി. എടാ നീ ഈ ഉത്സവത്തിന് ആ പെണ്ണിന്റെ പുറകെ നടന്ന് കുഴപ്പമില്ല ഉണ്ടാക്കിയുണ്ടല്ലേ അവന്മാരിപ്പോ ഈ വെടിക്കെട്ടിനെയും വേലായതിനൊക്കെ ഇറക്കുന്നത്. അറിഞ്ഞു അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഫ്ലാഷ് ആവും. വെടിക്കെട്ടല്ല, ഏത് വള്ളിക്കെട്ട് വന്നാലും നിന്നു പെടയ്ക്കും. നീ ആദ്യമേ അവളുടെ കാര്യം അറിഞ്ഞിട്ട് വേടാ. ഹായ് ഗേൾസ്. ഇവളെന്തിനാ കാസറ്റ് ബുക്കി കാണിക്കണ? ഒന്നിനെ വീട്ടിൽ കൂട്ടിയിട്ട് ഇപ്പം 3 കാസറ്റ് ബിസിനസ്. പോടാ, ഞാൻ പോയി സംസാരിച്ചിട്ട് പിന്നെ പൊക്കണ്. സംസാരിക്കാനാണെങ്കിൽ അവളെന്തിനാ കാസറ്റ് പോക്കണത്? അവള് വേറൊന്നും പറഞ്ഞില്ല, കാസ്റ്റ് അല്ലേ. അവൻ പോയി സംസാരിച്ചിട്ട് പറ്റടാ. എന്നാലും എന്റെ സുമിത്ര. അയ്യേ, നിന്റെ സുമിത്ര അടിച്ചിടടാ അവനെ. നീ പോടാ. നമുക്ക് നിറക്കിട്ട് നോക്കാം. ഒരു നിറക്കൂല. സുമിത്ര എടാ, അവളുടെ അച്ഛൻ കേക്കണ്ട. പിന്നെ അച്ഛനറിഞ്ഞ എനിക്കൊന്നുമില്ല. പോയി. ഏത് ഗസ്റ്റാ? സുഗമോ ദേവിയ? അത്ര സുഖമുള്ള കാര്യമല്ല. പക്ഷേ നിങ്ങളെല്ലാരും എന്റെ കൂടെ നിന്നേ പറ്റും. നീ കാര്യം പറയടാ. കീരിക്കാടൻ ജോസാണ് കിളിപ്പി ജോസ് കിളിപ്പിച്ചിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി നമ്മൾ ഭഗവാന്റെ വീട്ടിൽ കയറുന്നു. ഇന്ന് രാത്രി എന്റെ പൊന്നു വിനയാ, കയ്യാലേക്കകത്ത് കാസറ്റ് കൊണ്ടുപോയില്ല. രാത്രി അങ്ങനെ വീട്ടിൽ കയറുന്നത് ആ ഭഗവാൻ എങ്ങാനും അറിഞ്ഞാണ്ടല്ലോ പട്ടാന്ന് പറഞ്ഞ് പൊട്ടും. അല്ല, നിനക്കിപ്പോ ഈ രാത്രി ആ വീട്ടിൽ കയറിയിട്ട് എന്ത് കിട്ടും? എടാ, ശ്രീദേവിക്ക് വേറെ കല്യാണാലോചനകൾ നോക്കി തുടങ്ങിയിട്ടുണ്ടെന്ന്. എന്താ ചെയ്യേണ്ടെന്നൊരു എത്തും പിടിയും കിട്ടുന്നില്ല. അവൾക്കാണ് എന്നെ കാണുമെന്നാ പറയുന്നത്. എനിക്ക് എന്തായാലും ഇന്ന് അവളെ കണ്ടേ പറ്റൂ. എടാ പിന്തിരിപ്പ മൂരാച്ചികളെ, എന്റെ വിനയനെ അവന്റെ ശ്രീദേവിയെ കാണുന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു കൊടുക്കും. അത് ഇനി ഭഗവാനല്ല, ഏത് ഭഗവതി വിചാരിച്ചാലും ശരി എന്നെ പിടിക്കാൻ പറ്റും. ഭഗവതി വിചാരിച്ചാൽ ചിലപ്പോൾ പറ്റേക്കും, പക്ഷെ ഭഗവാൻ വിചാരിച്ചാൽ പറ്റില്ല. ഓപ്പറേഷൻ ഭഗവാൻ. ബോംബെയിലേക്ക് ഇങ്ങനെയാണ് ഒരു പണിക്കും ഇങ്ങനെ കൈവക്കും. ഓപ്പറേഷൻ ഭഗവാൻ. നീ കൈ ഉണ്ടെന്ന് എങ്ങനെയാ നിർത്താനായിട്ട്? ഓ, അതായിരുന്നു. അല്ല, പിന്നെ തലയിൽ എന്തിനാ ചാക്ക് വെച്ചാൽ ഭംഗിയുള്ളതായിരിക്കാന്ന് പറഞ്ഞാൽ മതിട്ടാ. എന്തൊരു മണം പറഞ്ഞേ. മനുഷ്യനായ ധൈര്യമാണ് വേണ്ടത്. ധൈര്യം. എന്ത് പ്രതിസന്ധി മുന്നിൽ വന്ന് വീണാലും പതറാതെ നമ്മൾ മുന്നോട്ട്. അയ്യോ ബാബു, മടലാടാ മടല്. പാമ്പല്ലേ? നല്ല ധൈര്യമുള്ള. വെറുതെ നീ എങ്ങടാ വിനയാൻ ഓടിയത്? തെണ്ടി. ഞാൻ നിന്നെ രക്ഷിക്കാൻ വേണ്ടി ഓടിയാണ്. ഇതിനൊരു പേടിത്തൂരില്ലേ? ആ ഭഗവാന്റെ തോക്കിൽ എത്രയുണ്ട് ഉണ്ടാവുമെന്നോ? 2 ഉണ്ടകൾ, ശ്രീകലയും ശ്രീദേവിയും. വൃത്തിയോട് പറഞ്ഞു. അയാള് വൃത്തിയോട് കാണിച്ചോണ്ടല്ലേ നമുക്ക് ഇങ്ങനെ നടക്കേണ്ടി വന്നത്. പേടിച്ചിട്ടാണോന്നറിയില്ല. തടുത്ത് നിർത്തണം. ഉണ്ടാവും. ഈ വഴി വരുമ്പോ എപ്പോഴും ഉണ്ടാവും. അതാണ് ശ്രീദേവിയുടെ മുറി. ശ്രീദേവിയുടെ മുറി. വിനയൻജി, എന്തോ ഏക്കാം ബഹുത്ത് മുഷ്കിൽ ഹേ. അല്ലേലും നിനക്ക് ഇത്തിരി മുഷ്ക് കൂടുതലാ. ഞാൻ ഒരു തമാശ പറഞ്ഞല്ലേ. ബോംബെയിലേക്ക് അതൊക്കെ സ്ഥിരമാണ്. ആവോ ഉദർ സൈഡ്. ജൽദി പയ്യെ. അധികം മുക്കല്ലേ. നിങ്ങൾ ചാടല്ലേ. നിങ്ങൾ അന്തരീക്ഷ നിരീക്ഷകരോ? വിനയൻ മേരെ സാത്താവോ. ചാക്ക് വേണ്ട,
വേണ്ടേ? കള്ളന്മാരാന്ന് ചോദിക്കും. പിടിച്ചോ. ഓക്കെ. ഭാഗ്യം തുറമുഖം കിട്ടി. അല്ല ചാടണ്ടേ? അന്തരീഷ് നരീഷ് കരോ. അതാണ് ശ്രീദേവിയുടെ മുറി. ഇതിനല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്, ഇങ്ങനെ വാ പൊളിച്ച് മേപ്പോട്ട് നോക്കി നിന്നിട്ട് കാര്യമില്ല. കാം കർണ ചാഹി. അല്ല, ഈ വീടിന്റെ ഘടനയൊന്നും മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ. എന്നാ പിന്നെ ആദ്യം ചന്ദ്രമേസ്തിയുടെ വീട്ടിൽ കയറാം. എന്തിന്? അല്ല, നിനക്ക് ഇതിന്റെ ഘടന അറിയണമല്ലോ. കേറാനുള്ള വഴി നോക്കടാ. ഏതാണോ ആ വഴി? ഓപ്പറേഷൻ പ്രകാരം ലെഫ്റ്റ് അല്ല റൈറ്റ് ആയിരിക്കും. ഇവനോട് പോയി. വിനയാ, വിനയാ, എടാ വിനയാ. ഇപ്പൊ എന്തോ വേണം? എന്തു വേണം? ഈ പ്ലാന്റ് ഞാനല്ലേ, മേഹുന ലീഡർ. അതുകൊണ്ട് മേ ആകെ ചെല്ലുങ്ക, നീ പീച്ചേ വാ. പൂച്ച എപ്പോഴും ലീഡറിന്റെ ബാക്കിൽ നടക്കണം. പയ്യെ ബാക്കിൽ നിന്ന് ഓടി കളയരുതിട്ടാ. നല്ല ധൈര്യമുള്ള കംപ്ലീറ്റ് ചെയ്തിട്ടാണല്ലോ ഭഗവാനെ. കേറില്ല ഓപ്പറേഷൻ പ്രകാരം ഓരോ ചൂടും ശ്രദ്ധിച്ച് അല്ലേ. അയ്യേ എന്തുറ്റി? അപ്പി. പിന്നെ കൊണ്ടു നടക്കുന്നതിന് കുഴപ്പമില്ല, കണ്ടട നല്ല കുഴപ്പം. ഇങ്ങനെയാണോ ഞാൻ ബോംബെ പോവാ? നീ പറഞ്ഞു തുലയ്ക്കും. ആ, പ്ലാനിങ് ഓപ്പറേഷൻ പ്ലാനിങ് എങ്ങനെയാന്ന് ഞാൻ പഠിപ്പിച്ചു തരാം. പേടിക്കണ്ട. പണ്ടാറടങ്ങി ഇവിടെ ഒരു ഏണി ഉണ്ടായിരുന്നില്ല. നിനക്കെങ്ങനെ അറിയാം? ഏതൊരു വീടിന്റെയും പിന്നാമ്പുറത്തൊരു ഏണി ഉണ്ടാവും. പിന്നെ ലീഡറിനെ വലിയ ചോദ്യം ചെയ്യല് വേണ്ട. സംസാ ചോദ്യം ചെയ്യാൻ നടക്കും. നീ എപ്പെട്ടപ്പോ നോക്കിക്കാണ് ഇങ്ങോട്ട് വന്നേ. ഇതാണ് ഞാൻ അവരെ പിന്നാമ്പുറത്ത് പോയിട്ട് കാണുന്നില്ലല്ലോ. നമുക്ക് ചാടിയാല. എന്തിന്? മുറിയാണോ? ആരുടെ മുറി? ശ്രീദേവിയുടെ. അന്തരീഷ് നിരീഷ് കറോ. മാളിക മുകളേറിയ മന്നന്റെ തോളിൽ ഏണി കയറ്റിയതും ഭഗവാൻ. പിന്നെഞ്ചി ഈ ഏണി നിന്റെ ജീവിതം മാറ്റിമറിക്കും. ഇത് ഏണിയാവാതിരുന്നാ മതിയായിരുന്നു. ശുഭാപ്തി വിശ്വാസം അങ്ങനെ ഒരു സാധനം ഉണ്ട്. നിക്ക് അക്രാന്തിന് ലീഡർ കയറട്ടെ. ഇതൊക്കെ ചെക്ക് ചെയ്യണം. അയ്യോ, പിന്നെ ആ പേഴ്സ് എടുത്ത് കള്ളന്മാരെന്ന് ചോദിക്കൂ. എന്തോടാ ഇത്? എന്താ നിങ്ങളുടെ താഴോട്ട് ഇറങ്ങിക്കേ. അവള് മേളിലല്ലേ, നീ മേളിലേക്കോ? അവള് മേളിൽ ഓപ്പറേഷൻ ബസ്സിലെ കിളിയുടെ ഒളിച്ചോടിയോൾ എങ്ങനെയാടാ നിന്റെ പേഴ്സിനകത്ത് നിന്റെ കൂടെ ചിരിച്ചോണ്ടിരിക്കുന്നു? സത്യം പറഞ്ഞു. ഞാൻ പറയണ കേക്ക്. നീ ഒന്നും പറയണ്ട. അപ്പൊ ഞാൻ പറയണ്ടേ? നിന്റെ അടുത്തല്ല പറയാൻ പറഞ്ഞു. എടാ, നീ സത്യം പറഞ്ഞില്ലെങ്കിൽ ഈ ഫോട്ടോ ഞാൻ ഭഗവാനെ കാണിച്ച നിന്റെ കാര്യം അറിയാലോ. പറ്റിപ്പോയി. പണ്ടിവിടെ കക്കാൻ വന്നപ്പോ എനിക്ക് കിട്ടിയ നിധിയ എന്റെ ശ്രീകല. നിന്റെ ശ്രീകലയാ? അപ്പൊ ആ കിളിയാ? അവൻ കിളിയല്ല, പിന്നെ ഹംസു ആയിരുന്നടാ. ഹംസു. എനിക്ക് ഈസി മാത്രമല്ല, ഈ കഥ തന്നെ എഴുതേക്കണ നിറാശാനല്ലേ. ഓഹോ, സ്വന്തം അച്ഛനെ പോലെ കരുതി നീറാശാൻ വരെ ഇത് മറച്ചു വെച്ചു അല്ലേ? എല്ലാത്തിനും കാരണം നീയും അവളുവാ. പിന്നെ അവളല്ല, പിന്നെ എടത്തിയമ്മ ബാബിജി. ഒറ്റ വെച്ചെന്നുണ്ടല്ലോ. എടാ, നീ ബോംബെ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പിന്നെ എവിടുന്ന ഹിന്ദി? ഞാൻ ടൗണിലേ ടൂട്ടൂർ കോളേജിന്റെ മേളില താമസിക്കണേ. അങ്ങനെ ഹിന്ദി. അവന് മറ്റൊരു അധോലോകം. തെണ്ടി, നീ ഒറ്റൊരുത്തം കാരണം ഈ രണ്ട് കരക്കാരും തമ്മിൽ ഇത്രയും പ്രശ്നം ഉണ്ടായത്. എനിക്ക് ശ്രീദേവി ഒന്നും കാണാൻ പോലും പറ്റത്തില്ല. അറിയോ? അറിയരുത്. എന്താ? ഭഗവാൻ യാതൊരു കാരണവശാലും അറിയരുത്. നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. ഹം ഏക് പരിവാർ ഹേ. ഇനി നീ ഒരൊറ്റ അക്ഷരം ഹിന്ദി പറഞ്ഞ അടിച്ച് പരിപ്പി കളക്കും. ഹിന്ദി വേണ്ട. ശ്രീദേവി നിനക്ക് കിട്ടാനും ശ്രീകലയുമായി എനിക്ക് നാട്ടിൽ വരാനും ഇനി രണ്ട് വഴിയുള്ളൂ. എന്താണ്? ഒരെണ്ണം ആ തോക്കടിച്ച് മാറ്റുക, ഇല്ലെങ്കിൽ ഭഗവാനെ തട്ടുക. തേവര് വിചാരിച്ച പോലും ഈ രണ്ട് കാര്യങ്ങളും സംഭവിക്കാൻ പോകുന്നില്ല. നടക്കും. ആദ്യമേ വന്ന കാര്യം നടത്താം. ഓക്കെ, അളിയൻ കയറിക്കോ. എന്താ? നമ്മളിപ്പോ ശരിക്കും അളിയന്മാരായില്ലേ? അളിയൻ. അപ്പൊ കയറിക്കോ. കയറാൻ ഭഗവാന്മാരെ അങ്ങ് മനസ്സിൽ ധ്യാനിക്കുക. കയറിക്കോളാ. നിക്ക് പോണ വഴിക്കേ ആയുധം കയ്യിലിരിക്കട്ടെ. ഇതാ ബോംബെയിൽ എങ്ങനെയായിരിക്കും അല്ലേ? നീ ബോംബെന്ന് മുന്നിൽ പോയിട്ട് തേണ്ടി ബോംബെന്ന് മുന്നിൽ അടിക്കിന്റെ. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, തീരുന്നില്ലല്ലോ. അയാള് വെട്ടിയ. കയറുന്തോറും ഏണിയുടെ നീളം കൂടുകയാണോ? അതേ നിൽക്കണ. ഈശ്വര, പുസ്തകം വായിക്കുക. അയ്യോ, അച്ഛനമ്മ ഉറങ്ങിയിട്ടില്ല. വാങ്ങണ.
അപ്പൊ തനിച്ചല്ലേ? ഏയ് എല്ലാരും വന്നിട്ടുണ്ട്. ഞാൻ വിചാരിച്ച എന്നെ കാണാതെ കരഞ്ഞോണ്ടിരിക്കാന്ന്. പാട്ടും കേട്ട് ബോബനും മോളിയും വായിച്ച് ഹാപ്പി ആയിട്ട് ഇരിക്കല്ലേ? പൊക്ക അവിടുന്ന്. അച്ഛൻ വേറെ ആലോചനകൾ നോക്കുന്നുണ്ട്. ഏത് കാമുകന്മാരുടെയും പ്രതിസന്ധിയാടി അമ്മായിപ്പന്മാരുടെയും മാതിരി ഊള ആലോചനകളും. നമ്പീശൻ അച്ഛന്റെ കൈ നോക്കി. ആയുർരേഖ നീളുന്നു, മകൾക്ക് ശുഭമംഗല്യം എന്നൊക്കെയല്ലേ? അല്ല, പിന്നെ അച്ഛൻ ആരെയോ കൊല്ലുന്നാ പറഞ്ഞ. ഈ തമാശ പറയാനാണോ എന്നെ കാണണമെന്ന് പറഞ്ഞു? അല്ല, ഇപ്പൊ വരാം. എന്തോ തരാനാണല്ലോ. വേണ്ട വേണ്ട, അതിലും മധുരമുള്ളത് അവളെ തരാൻ പോവാ. നല്ല പുള്ളിയോട്ടോ. മിനിയേട്ടാ, ഇത് മാധവേട്ടന് കൊടുക്കണം. എന്താ ഇത്? മിനിയേട്ടാ, ശ്രീദേവി ടോക്കീസ് എന്നും എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവണം. ഒരു കാരണവശാലും ടാക്കീസ് ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല. ഇതിവിടെ തന്നെ ഇരിക്കട്ടെ. എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും നമ്മുടെ ടോക്കീസിന് വേണ്ടിയിട്ടല്ലേ. ഇത് മാധവേട്ടന് കൊടുക്കണം. അല്ല, അത് മിനിയേട്ടാ, കളിയല്ല. അച്ഛൻ വളരെ കാര്യമായിട്ടാ 2 ദിവസമായി ഹാലടങ്ങി നടക്കുക. ഉത്സവം നടത്താൻ പോലും പോവാതെ അച്ഛൻ എവിടെ ഇരിപ്പാ? ഉത്സവം കഴിഞ്ഞ ഉടനെ കല്യാണം നടത്താനാ. വിനേട്ടന് എന്താ ഒന്നും മിണ്ടാത്ത? നമുക്ക് ചേച്ചി പോയതുപോലെ ഇവിടെ നിന്ന് ഇങ്ങോട്ടെങ്കിലും പോവാം. ഒളിച്ചോടാനാ? ഈ കയ്യെന്നെടുത്തേ, എന്നിട്ട് വേണം ഉണ്ട് എന്നെ നെഞ്ചത്തോട്ട് തുളച്ച് കയറാൻ. കൊള്ളാം. എടാ, ഒളിച്ചോടാന്ന്. ഒരേ ചോരയില്ലേ, അങ്ങനെ പറയൂ. ഒളിച്ചോട രക്ത ഇവളും പോവും. അപ്പോഴേക്കും പണിഞ്ഞോ? ഞാനൊരു തമാശ പറഞ്ഞല്ലേ? എന്നോട് മിണ്ടണ്ട. പെണങ്ങിയടാ. അയ്യോ, പാട്ടുപാട്. ബോംബെയില് അല്ല ബബലു, നീ പാടിക്കോ. സിനിമയിലേക്ക് ഇങ്ങനെ നീ പാട്. പാടല്ലേ? അച്ഛൻ എണീറ്റെന്നാ തോന്നേ. വിനേട്ടാ, പൊക്കോ പൊക്കോ. അല്ല, അത് ഓഹോ, എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെയാണല്ലേ? ബജരംഗൻ ഇറങ്ങി ഓടടാ. നമ്മുടെ പേര് പറയുന്ന നീയോ? ഈ ജനലിന്റെ കൊളുത്ത് ശരിയാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ഉറക്കത്തിൽ കുട്ടിയെ ശല്യപ്പെടുന്നുണ്ടെന്ന് കരുതി. അതാ. കണ്ട വല്ലതും കാണണ്ട. അവസ്ഥയ്ക്ക് ഒരു മാറ്റമില്ല. എടാ, നീറാശാനും മാധവേട്ടനും ഞാൻ കണ്ടില്ല. സ്ഥലത്തെ പ്രധാനികൾ 2 പേരും ഉണ്ടല്ലോ. ഇന്നെന്താ നീറേ, പണിയൊന്നുമില്ലേ? ഇന്ന് പണി ഇവിടല്ലേ മേനോൻ സാറേ? നിങ്ങൾ നമ്മുടെ ചെക്കനെ എന്ത് ചെയ്തു? ഓ, അവന് വേണ്ടി വക്കാലത്ത് പറയാൻ വന്നിരിക്കും. പറയുന്നത് ശരിയല്ലെന്ന് അറിയാൻ മേനോൻ സാറേ. എന്നാലും ഈ ഒരു തവണത്തേക്കൊന്ന് ക്ഷമിച്ചൂടെ? ക്ഷമിക്കണം പോലും. കൊണ്ടുപോടാ അവനെ. നാട്ടുകാർ ഈ വക സമ്പ്രദായത്തിൽ ഒരു മാറ്റൂല അല്ലേ? ബോംബെയില് ഇങ്ങനെയൊക്കെ തന്നെ. ബോംബെ വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി. ഇവന്റെ കൂടെ കുറെ വിളഞ്ഞന്മാരും കൂടി ഉണ്ട്. എല്ലാറ്റിന്റെ നോക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നിങ്ങളേടാ? എടോ മാധവ, തനിക്ക് ഉളുപ്പില്ലടോ. കാശ് ചക്കച്ചോള പോലെ എണ്ണി വാങ്ങിച്ചിട്ട് തിരിച്ചു തരാൻ പറ്റാണ്ടാവുമ്പോ കണ്ട പിള്ളേരെ വിട്ട് മോട്ടിക്കല്ല വേണ്ടത്. തൊണ്ടി സഹിതമാണ് അവനെ പിടിച്ചിരിക്കുന്നത് ഞാൻ. അവനെയൊക്കെ പിടിച്ച് അകത്താക്കുക വേണ്ടത്. നിർത്തണോ? കുറെ നേരമല്ല അപ്പം മേനോനെ. ഇതൊക്കെ ചിന്തിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഓർത്തോ. സൂര്യൻ ഉദിച്ച് ഉച്ചയിലെത്തിയ പിന്നെ പെരുപത്ത് കടവുകാരുടെ നാക്ക. വെറുതെ നാട്ടുകാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കണ്ട. ഇപ്പൊ ഇതാ നല്ല കൂത്തായേ. ഉത്സവപ്പറമ്പ് ഇവനൊക്കെ കാട്ടിക്കൂട്ടിയ തോന്നുന്ന വെറുതെ വിട്ടതാ. ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാൻ ഇവനെ അടിച്ചു കൊടുത്താൽ പ്രശ്നമില്ല. എന്നാ അതൊന്ന് കാണണമല്ലോ. കാണാം.
ഗോച്ച അയച്ചു വിടറോ. അല്ലടിയാം പറഞ്ഞത് ചെയ്താ മതി. അയച്ചു വിടറോ. അതാ രണ്ടു കൂട്ടർക്കും നല്ലത്. മാറാ അഴിക്കേ ഇങ്ങോട്ടിറങ്ങാ. എടാ ചെറുക്ക, ഇവനെ പോലുള്ള മരംകേറുകളുടെ കൂട്ടുപിടിച്ച് ഇവിടെ കയറി നരങ്ങാനാണ് ഭാവമെങ്കിൽ തീർത്തു കളയും എല്ലാറ്റിനെയും. ഉത്സവം കഴിഞ്ഞ ശ്രീദേവിയുടെ കല്യാണം, അതിനു മുമ്പ് ഈ പരിസരത്ത് കണ്ടുപോകരുത് ഒരുത്തനെയും. മേനോനെ, ഇവന്റെ കൂടെ അവൾ ഇറങ്ങി വരാൻ തയ്യാറാണെങ്കിൽ ഈ പെരുവത്ത് കിടവത്തെ മണ്ണിൽ അവരൊരുമിച്ച് ജീവിക്കും. വാടാവിനിയ വെല്ലുവിളിയൊക്കെ കൊള്ളാം, അത് പിള്ളേരുടെ കാര്യം. പക്ഷെ മാധവ, നമ്മുടെ കാര്യം മറക്കണ്ട. 8ാം ഉത്സവത്തിന് ഇനി അധികം നാളില്ല. നീ വാ. എന്റെ തലേവിധി, അല്ലാതെ എന്ത് പറയാനാ? ഒരു തുണിയില്ലാതെ രണ്ടെണ്ണത്തിനെ വളർത്തി ഇത്രയും വരെ എത്തിച്ചു. ഇതിനി അറിയാൻ ആരും ബാക്കിയില്ല. പോത്തുപോലെ വളർന്നിട്ടും ഈ വീട്ടിൽ 2 മനുഷ്യജീവികൾ ഉണ്ടെന്നുള്ള കാര്യം അവൻ ഓർത്തില്ല. അതെങ്ങനെയാ? മര്യാദയ്ക്ക് പണിക്ക് പോകാൻ പറഞ്ഞ അവനോട്ട് പോകത്തുമില്ല. സിനിമയും പാട്ടും കൂത്തുമായിട്ട് നടന്ന ജീവിതം തോലച്ചോ. എന്തെങ്കിലും ഒരു വീണ്ടും വിചാരം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു തോന്നിവാസം ചെയ്യുമായിരുന്നോ? നിന്റെ താഴെ ഒരെണ്ണം ഉണ്ടെന്നുള്ളത് പോലും നീ ഒന്നും ഓർത്തില്ലല്ലോടാ. അതെങ്ങനെയാ? നിനക്കൊക്കെ തിന്നിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഇറന്നിന്റെ മുട്ടലാടാ ഇത്. എന്തോന്നാ വിനയ നിന്റെ വിചാരം? നീ വലിയ കൊമ്പത്തെ ആഫീസറാണെന്നോ? 10 സെന്റ് ഭൂമി ഒരു ടാക്കീസിലെ പണിയും വെച്ചിട്ട് നാണം ഇല്ലടാ നിനക്ക്. അതിനെന്താ അമ്മേ, നല്ല പൊന്നു പോലത്തെ മരുമോളല്ലേ കിട്ടിയേക്കുന്നേ. എന്റെ കയ്യിൽ നിന്ന് മേടിക്കാതെ കയറി പൊക്കോണം നീ. ഒരു ഉപദേശക്കാരി വന്നേക്കുന്നു. എന്റെ പൊന്നമ്മ ഒന്ന് നിർത്തോ? ഇത് വല്ല സ്വൈരികടായല്ലോ. ഇപ്പൊ ഞാനാണല്ലേടാ നിന്റെ സ്വൈരക്കേട്. നീ നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ. അല്ല നിറാശൻ, പണ്ട് വനജേച്ചിയായിട്ട് ഒളിച്ചോടിയപ്പം പേടി തോന്നിയില്ലേ? എടാ വിനയ, എടാ ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പെടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പമുണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അന്നെനിക്ക് മാധവൻ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഞങ്ങൾ 2 പേരും ഉണ്ട്. ധൈര്യമായിട്ടിടാ. എല്ലാ ചെറുപ്പക്കാർക്കും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനം എടുക്കേണ്ടുന്ന ഒരു സന്ദർഭം വരും. അത് മിക്കപ്പോഴും സ്നേഹിച്ച പെണ്ണിന് വേണ്ടിയിട്ടുമായിരിക്കും. അല്ലടാ? പിന്നെ അടിയിലോ ചാടി എത്ര കാലമായി നീ കിടക്കുന്ന കണ്ടു. കഴിഞ്ഞോടി, വേഗം ആവട്ടെ, അവിടെ തുടങ്ങാറായി. ഒറ്റടിക്കാൻ കാലി. ഇനി ഇവനെ കാലിയാക്കാം. എടാ വിനെ, നിനക്ക് എന്തെല്ലാം കിട്ടിയത് കേട്ടല്ലോ. ഹാപ്പി അല്ലേ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വടക്കം ഭാഗത്ത് കയറി ഒരുപാട് അങ്ങ് കിളത്തല്ലെന്ന്. അണ്ണ പറഞ്ഞത് മനസ്സിലായ? ഇല്ല, മനസ്സിലായില്ല. എന്നാ മനസ്സിലായില്ലെന്ന്. എന്നാ മനസ്സിലാക്കി തരാടാ. മനസ്സിലാക്കി തരാം. രാത്രി പെണ്ണിന്റെ വീട്ടിൽ അവന്റെ അമ്മൂമ്മയുടെ ഇന്നലെ വിനയനെ ശ്രീദേവിയുടെ മുറിന്ന് പിടിച്ചു. നീ അറിഞ്ഞില്ലേ? അതിനെ ചൊല്ലിയുള്ള ബഹളം അവിടെ കേട്ടത്. എന്നിട്ട് ഭഗവാൻ ശരിക്കും കൊടുത്തുന്നാ കേട്ട്. ചെക്കന്റെ ഒരു ധൈര്യം പിടിച്ചേക്കണ പുളിങ്കൊമ്പിലാ. അതേ പറഞ്ഞുണ്ട്. വിനയ, നീ ആള് കൊള്ളാലടാ. ഞങ്ങൾക്ക് അടുത്തെങ്ങാനൊരു സദ്യ കിട്ടുവാ. നടക്കും നടക്കും, ഭഗവാനാണ് ആള്. അപ്പൊ നീ അങ്ങ് തീരുമാനിച്ചു അല്ലടാ? ആ സുമിത്രയുടെ കയ്യില് കത്ത് കൊടുത്തിട്ടുണ്ട്. രാവണ ചാടി ഹനുമാൻ ഭഗവാന്റെ മതില്. നിന്റെ തീരുമാനം അങ്ങ് ബോധിച്ചടാ. പേര് പറയുന്ന കണ്ടില്ലേ? പെയ്യട്ടെന്ന്
അതോട്ടെ ഇതിനൊരു വൈപ്പർ പിടിപ്പിക്കണം. ഇനി അതിനും കൂടെ ഭഗവാനോട് കാശ് ചോദിക്കണം. ഒരാള് ഓട്ടോ ഒക്കെ എടാ, ഓരോ മരത്തിലേക്കും വലിഞ്ഞങ്ങ് കയറുമ്പോ ഉള്ളൊന്ന് പിടയ്ക്കും. പക്ഷെ അങ്ങ് മുകളിലെത്തിയാൽ ആവേശത്തോടെ അങ്ങ് കൂവിത്തീർക്കും. എടാ, പെരുവത്ത് കടവും നമ്മുടെ മനസ്സും ഒപ്പം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാടാ പേടി? അവന് പറ്റാത്ത ഉയരവും അവൻ കീഴടക്കി. എന്താടാ, എന്താ പറ്റിയേ? വിനയ പോയടാ, നമ്മള് തിയേറ്ററിലെ കാശ് മൊത്തം പോയടാ. നീ എന്തേ പറയുന്നത്? രാവിലെ ഓഫീസ് തുറക്കാൻ വന്നപ്പോഴാണ് കണ്ടത്. ഭഗവാന് കൊടുക്കാനുള്ളത് ഉത്സവ പടത്തിന്റെ കളക്ഷനും മൊത്തം പോയടാ. ഇതറിയാവുന്ന ആരോ ആണ്. ഇവിടെ കയറി ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ അത് അറിയുന്നവൻ തന്നെ ആയിരിക്കണം. മാധവൻ നായർ ഒരു പരാതി എഴുതി സ്റ്റേഷനിലേക്ക് വാ. സാർ എങ്ങനെയെങ്കിലും എന്റെ ഈ കാശ് കണ്ടുപിടിച്ചു തന്നെ. ഈ ടോക്കീസിലേക്ക് ഞാനില്ല. നിങ്ങൾ വേവലാതിപ്പെടാതിരിക്കൂ, നമുക്ക് നോക്കാം. സാറേ, ഇവിടെ അടുത്ത് 2-3 വീടുകളിൽ കയറി, പിന്നെ എന്റെ കടയിലും കയറി. ഈ സുഗുണന്റെ മാലയും പൊട്ടിച്ചോണ്ട് ഓടി. അത് ശരി, ഇത്രയും പ്രശ്നം ഉണ്ടായിട്ടെന്താ ആരും പരാതിപ്പെടാഞ്ഞേ? അല്ല, ഉത്സവം തുടങ്ങിയത് ഇവിടെ പതിവാ സാറേ. എന്തായാലും ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ. സാറന്മാർ ഇത് അന്വേഷിക്കാനായി ഇത്രയും ദൂരം വരേണ്ട കാര്യമില്ലായിരുന്നു.
കള്ളൻ കപ്പലിൽ തന്നെ ഉണ്ട്. താൻ എന്താ പറഞ്ഞു വരുന്നേ? എന്റെ പൊന്നു സാറന്മാരെ, ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാവുന്നൊരു ഭൂലോക കള്ളനുണ്ട് ഇവിടെ, ഇവരുടെ സംഘത്തില്. എവിടെടാ അവൻ? എടാ നിന്റെ ഒരേ ബോംബെ വന്നവൻ തക്കാൻ കിട്ടിയപ്പോ അവൻ കാശും കൊണ്ട് പോയത് കണ്ടില്ലേ? പോക്കൃതം പറഞ്ഞോളാം. ഓ, പോക്കൃതം കാണിച്ചിട്ട് നാട് വിടുന്നതിൽ കുഴപ്പമില്ല. ആദ്യം ഗഗനെ പൊക്ക്, എന്നിട്ട് അവനോട് ചോദിക്കും, അപ്പ അറിയാം. വെറുതെ നിന്ന് കാരഴിപ്പിക്കാതെ വാടാ, മൊത്തം കള്ളന്മാരെ. സ്റ്റേഷനിലേക്ക് വന്നാൽ മതി, ഞങ്ങൾ അവിടെ കാണും. സുഗുണ വാ. പുറത്തുനിന്നുള്ള ആരുടെ കളി? ആരാന്നേ ഉത്സവത്തിന് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ടല്ലോ. വിനയ, പണ്ട് കുറെ തരികട കാണിച്ച് നടന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നല്ല ജീവിതം എനിക്ക് പിന്നീടാണ് മനസ്സിലായത്. അത് പഠിപ്പിച്ചെന്ന നീറാശാൻ ഇനിയില്ലാന്ന് പറഞ്ഞപ്പോൾ എനിക്കിവിടെ നിൽക്കാൻ തോന്നിയില്ലടാ. നമ്മുടെയൊക്കെ ജീവിതം അങ്ങനെയാണ്. ആർക്ക് എപ്പോൾ എന്താ സംഭവിക്കാന്നറിയില്ല. വള്ളിയും പുള്ളിയും ഒരിക്കൽ തെറ്റാൻ തുടങ്ങിയ പിന്നെ തെറ്റിക്കൊണ്ടേയിരിക്കും. മാധവേട്ടൻ പാവം ആ ടാക്കേസിൻ്റെ അകത്തൊന്നും ഇറങ്ങിയിട്ടില്ല. നിരാശാനും ടാക്കേസും എല്ലാം കൂടെ ആയപ്പോൾ ആ പട സങ്കടത്തില. നമ്മളെല്ലാവരും ഉണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ശ്രീദേവി അളിയന്റെ ഒരു കാഞ്ഞ ബുദ്ധിയേ. ഞാൻ പറഞ്ഞല്ലോ ഗോവാച്ച, ആ സ്ഥലം കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ കൈ വന്ന് ചേരുന്നു. ശരിയാളിയാ, ഇനി എത്ര അവധി കൊടുത്താലും മാധവൻ ആ കണക്ക് തന്നു തീർക്കും തോന്നണില്ല. താനെന്തായാലും പണിക്കുള്ള ആളെ കൂട്ടിക്കോ. നാളെ സൂര്യൻ ഉദിച്ച് പെരുവത്ത് കടവിന്റെ മുകളിലെത്തുമ്പോൾ ആ ടാക്കീസ് ഉണ്ടാവരുത്. മാധവ, ഞാനിതങ്ങ് എടുക്കുക. ഇതിന്റെ ഉള്ളില് ഒരുത്തനും കാലുകുത്തില്ല. നേരെ നീക്കണം. ഒറ്റ ഒരുത്തൻ പാകിസ്ഥാനിൽ കയറിപ്പോയിരുന്നു. താൻ വിചാരിക്കുന്ന പോലെ ഇവിടെ ഒരു ചുക്കും നടക്കത്തില്ല. അത് ഏത് മേനോനാണെങ്കിലും ഭഗവാനാണെങ്കിലും തനിക്ക് തരാനുള്ള കാശ് ഞങ്ങൾ തന്നു തീർക്കും. എടാ ചള്ളു ചെറുക്ക, നീ എന്തോ വളർത്തി തരുന്നാ പറയുന്നേ? പറയാൻ പേരിനൊരു പണി പോലും ഇല്ല. പോയി അതുണ്ടാക്കാദ്യം, എന്നിട്ട് രോഷാകുൽ നാവ്. മാധവ, മുക്കാ ചക്രത്തിന്റെ കണക്കല്ല ഇത്. മേനോൻ സാറേ, ഓർമ്മ വെച്ച കാലത്ത് എൻ്റെ അച്ഛൻ തുടങ്ങിയതായി തിയേറ്റർ. ഇത് എൻ്റെ കയ്യിലോട്ട് കിട്ടുമ്പോൾ തന്നെ ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സാറിൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് കടം വാങ്ങിച്ചിട്ടുണ്ട്. ഈ സ്ഥലമോ എന്ത് വേണമെങ്കിലും സാർ എഴുതിയെടുത്തു. ഇത് നടത്തിക്കൊണ്ടു പോകാനുള്ള അനുവാദമെങ്കിലും എനിക്ക് തരണം. എടോ മാധവ, തന്റെ ചരിത്രം അറിയാനല്ല ഞാൻ വന്നത്. പെരുവത്ത് കടവുകാരെ മുഴുവൻ സിനിമ കാണിച്ച് പുണ്യാളനാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടുമില്ല. പിന്നെ ഇതിനകത്തോന്ന് എന്തുണ്ടാക്കാനാ തന്റെ വിചാരം? ആ ഫിലിം കറക്കുന്ന കുന്ത്രാണ്ടത്തിന് ഉണ്ടാക്കാന്ന് വെച്ചാ 960 ഉണ്ടാക്കിയ ഒരു തുരുമ്പ്. മാധവ, വെറുതെ കേസും വെക്കാനൊന്നും വേണ്ട. അതാ നമുക്ക് 2 പേർക്കും നല്ലത്. ഇതേ താൻ ഒപ്പിട്ട് തന്ന മുദ്രക്കടലാസ. ഇതിൽ ഞാനിത് അങ്ങ് എഴുതി ചേർത്തു. അവരെടുത്തോട്ടെ. നോക്കി നിൽക്കാണ ചെന്ന് പൊളിക്കണം.
കാലം തെറ്റി പെയ്യുന്ന മഴയാ, ശക്തി കൂടും. പെരുവത്ത് കടവിൽ ഇനി സിനിമയില്ല, ഓരോരോ കാലക്കെടുകൾ, അല്ലാതെന്താ പറയാ. ഞങ്ങളൊക്കെ ഇവിടെ ഉള്ളപ്പോ എങ്ങനെ മാധവേട്ട പോവാൻ പറ്റുന്നത്? പോണോടാ, ഇനി ഇവിടെ നിന്നാല് ഒരു മനപ്രയാസമാണ്. നീറും ടോക്കീസും ഇല്ലാത്ത ഈ പെരുവത്ത് കടവിൽ എനിക്ക് നിൽക്കാൻ പറ്റില്ല. ഇനി ഈ പ്രായത്തിലൊന്നും വെട്ടിപ്പിടിക്കാൻ എനിക്ക് മോഹമില്ല. അതിന് വെട്ടിപ്പിടിക്കണമെന്ന് ആര് പറഞ്ഞു? നമുക്കൊന്നുകൂടെ ശ്രമിച്ചുകൂടെ? ഞങ്ങളെല്ലാവരും ഇല്ലേ കൂടെ? ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ സിനിമയിലും മാത്രമാണ്. അതിൻ്റെ പിന്നാലെ പോയവർക്കൊക്കെ വേദന മാത്രമാണ് ഫലം. ഇനിയിപ്പോ നിനക്ക് തരാൻ എൻ്റെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ. ശ്രീദേവിയെ വിളിച്ചിറക്കിക്കൊണ്ട് പോരുമ്പോൾ ഒരു വണ്ടിയുള്ളത് ഒരു അന്തസ്സാ. ഇത് വെച്ചു വാങ്ങിക്കടാ. ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു ജീവിതമാർഗം കണ്ടെത്തണം നീ. അപ്പൊ നിങ്ങൾ എങ്ങോട്ടാന്ന് വെച്ചാൽ പോയിക്കോ. ഇനി ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചവരെ എനിക്കും കാണണ്ടോ? എടാ വിനയ, ഇന്ന് 10ാം ഉത്സവം. 10ാം ഉത്സവത്തിന്റെ നിറപ്പകട്ടും ആവേശവും പകർന്ന് വെടിക്കെട്ട് വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗങ്ങൾ ഏതാനും നിമിഷങ്ങൾക്കകം പൂരപ്പറമ്പിൽ അരങ്ങേറുന്നതാണ്. ഭക്തജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് ആറാട്ടുകടവിൽ വിളക്ക് കത്തിക്കുവാൻ നിങ്ങൾ ഏവരും ക്യൂ പാലിക്കേണ്ടതാണ്. നിങ്ങൾ കാത്തിരുന്ന വേലായുധന്റെ വെടിക്കെട്ട് പ്രയോഗം ആരംഭിക്കുവാൻ ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രം. ദേവരെ, അവസാനത്തെ കളിയാ, കാത്തോളേ. പിന്നെ ആ ഗഗനോട് നിന്ന് ഇറങ്ങിണ്ടാവോ? അവൻ ആളാന്തിക്കുള്ളിൽ രാജമോനെ ദാസനും കൂടെ നിൽക്കാന്നാ പറഞ്ഞേ. അല്ല ഇറങ്ങിണ്ടാവൂലേ? അല്ല കത്ത് നീ അവളുടെ കയ്യിലല്ലേ കൊടുത്ത്? കൊടുത്തിട്ടുണ്ടാവൂലേ? ഇനി അവൾ അച്ഛൻ്റെ കയ്യിൽ പിന്നെപ്പോ
ഇനിയിപ്പോ സുമിത്ര മനുഷ്യരോട് തീ പിടിച്ചിരിക്കുമ്പോഴാവും. അല്ല സുമിത്ര കൊടുത്തിട്ടുണ്ടോ? മനസ്സിലായി, ഉണ്ടായിരിക്കും. ഈ 8 മൂർക്കം കടിച്ച് 8 അടി നടക്കൂലെന്നല്ലേ? ചെറുവള്ളിയിലെ പണവും പ്രതാപവും ഇല്ലെങ്കിലും സ്വന്തം പെണ്ണിനെ പോറ്റാനുള്ള ചങ്കുറപ്പുണ്ട്. എന്നെ പോറ്റാനുള്ള പണം ഇതിനകത്തുണ്ടല്ലോ അല്ലേ? എപ്പോഴും തമാശ. ആറാട്ട് കഴിഞ്ഞ് ആളിറങ്ങാറായി. അവന്മാരിതുവരെ കണ്ടില്ലല്ലോ. ആ ഗഗനെയും കാണുന്നില്ലല്ലോ. കടത്തിവിട് കടത്തിവിട്. വെടിക്കെട്ടൊക്കെ മതി. എന്താ നായരേട്ടാ? സുഗുണ കള്ളനാണോ? വിടരുതവനെ. സുഗുണ വിടരുത്. മൊത്തം പറ്റിച്ചാണോ വെച്ചേക്കുന്നവനാ? പാവം മാധവനെ ചതിച്ചില്ലടാ. നിക്കടാ. എറിഞ്ഞെടുക്കൂടാ.
മുഴുവൻ പഞ്ചിച്ചിട്ട് നീ കടന്നാണ് നിൽക്കണം. വിനയ, അവന്മാര് പുറകിലുണ്ട്. നിങ്ങൾ ഈ വഴിക്ക് വിട്ടോ. ആഴാന്തിക്കുള്ളിൽ രാജമോഹനും ദാസനും ഉണ്ടാവും. ഇവന്മാരെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. നിങ്ങൾ പൊക്കോ പൊക്കോ. വാടാ വാ. സർപ്പക്കാവിന് ഭാഗ്യം. വള്ളി മനുഷ്യൻ പേടിച്ച് ചാവുന്നുണ്ട്. എന്താടാ എടാ, ഞാൻ അങ്ങോട്ട് വരാന്നല്ലോ പറഞ്ഞ, പിന്നെ നീ എന്തിനാ ഇങ്ങോട്ട് ഇട്ടിട്ട്? അങ്ങോട്ട് കെട്ടിടത്തല്ല, അവന്മാര് പുറകിലുണ്ട്. എടാ ജീവൻ പേടി ഓടണം. ചന്ദ്രഗ്രഹണം നടന്ന ആ രാത്രി ഒരു ദിവ്യ വെളിച്ചത്തിന്റെ നിത്യതയിലേക്കാണ് അവസാനിച്ചത്. പിന്നീട് പെരുവത്തുകടവന്റെ പല തലമുറകൾ ആ ദിവ്യ വെളിച്ചത്തെ അന്വേഷിച്ചിറങ്ങി. ആ ദിവ്യ വെളിച്ചം അപ്പോഴും അജ്ഞാതമായിരുന്നു. ഉത്സവരാവുകളെല്ലാം ദിവ്യ വെളിച്ചത്തെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ പിന്നീട് ഒരിക്കലും തേവരുടെ മണ്ണിൽ ആ വെളിച്ചം പുനർജനിച്ചില്ല. ആ ജോസേ, ഞാൻ കുറെ നാളായി ചോദിക്കണം വിചാരിക്കുന്നു. ഈ നാട്ടുകാര് മൊത്തം ദിവ്യ വെളിച്ചം എന്ന് പറയുന്നുണ്ടല്ലോ, അന്ന് രാത്രി വിനയം കണ്ടത് ശരിക്കും ദിവ്യ വെളിച്ചായിരുന്നു? ദിവ്യ വെളിച്ചാണെന്നാ? ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞിട്ടല്ലോ, ഭയങ്കര വെളിച്ചാണ്. കണ്ണൊന്നും കാണാൻ പറ്റില്ലായിരുന്നു. അത് ചെന്നിക്കുത്തല്ലേ? ചെന്നിക്കൊന്നും തന്നിട്ടല്ല. ഈ ദിവ്യ വെളിച്ചം എന്ന് പറഞ്ഞ സാധനം ശരിക്കും ഉണ്ടോ? പിന്നെ എത്ര നാളായി ശരിക്കും? ആ ദിവ്യ വെളിച്ചം. ഭഗവാന്റെ കാറ്. ട്രോഫി ഒറ്റയടിക്ക് കിട്ടി. വിനയ് എവിടെ? ബജരംഗ് ബിജു അളിയാ, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. ഇത് ഒളിച്ചോട്ട രക്തമൊന്നുമല്ല മക്കളെ, ഒളിച്ചോടില്ലട്ടാ. എന്താടാ പെട്ടി കിട്ടിയില്ലേ? ദിവ്യ വെളിച്ചം കണ്ട മഹാനെ. പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരുന്ന വെടിക്കെട്ട് വേലായുധന്റെ 8 തരത്തിൽ പൊട്ടുന്ന സ്പെഷ്യൽ ഐറ്റം ഗർഭം കലക്കി കേരളത്തിൽ ആദ്യമായി ഇതാ പെരുവത്ത് കടവിന്റെ മണ്ണിൽ അരങ്ങേറുന്നു. നിങ്ങളെ അത്ഭുതത്തിലാഴ്ത്തുവാൻ വെടിക്കെട്ട് വേലായുധന്റെ ഏറ്റവും ആകർഷണീയമായ വെടിക്കെട്ട് നമ്പർ 8 തരത്തിൽ പൊട്ടുന്ന ഗർഭം കലക്കി. ഒരു പ്രത്യേക അറിയിപ്പ്: പൂരപ്പറമ്പിലുള്ള ഗർഭിണികൾ, കുട്ടികൾ, മനക്കെട്ടിയില്ലാത്തവർ ദയവായി പൂരപ്പറമ്പിൽ നിന്നും മാറി നിൽക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു.
ഭഗവാൻ ഭഗവത്ഗീതയിൽ പാടി സംഭവാമി യുഗേ യുഗേ. പക്ഷേ നിന്റെ കാര്യം ഈ ഭഗവാൻ തീരുമാനിക്കും. ഗർഭം കലങ്ങി. ഇതൊക്കെ എന്ത്? തേവർ വെടിക്കെട്ട് വേലായുധനായി വന്നതാണോ അതോ വെടിക്കെട്ട് വേലായുധൻ തേവരായി വന്നതാണോ എന്നറിയില്ല. ആ വെടിക്കെട്ട് കാരണം വിനയന് തന്റെ ശ്രീദേവിയെയും പെരുവത്ത് കടവുകാർക്ക് അവരുടെ ടാക്കീസിനെയും തിരിച്ചു കിട്ടി. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി മുന്നിലൊരു മുഖം. വർഷങ്ങൾക്കിപ്പുറം ശ്രീദേവി ടാക്കീസിൽ സിനിമ എന്ന അത്ഭുതം വീണ്ടും ഉദിച്ചു. പൊടി പിടിച്ച ഓർമ്മകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റു. വിനയൻ ഇന്നും കാത്തിരിക്കുകയാണ് തങ്ങളുടെ ശ്രീദേവി ടാക്കീസ് മാധവേട്ടന് തിരികെ നൽകാൻ. ലോകചരിത്രത്തിൽ സിനിമയുടെ പ്രാധാന്യം അറിഞ്ഞിട്ടൊന്നുമല്ല മാധവൻ സിനിമയെ സ്നേഹിച്ചത്. സിനിമയോടുള്ള ഒരുതരം അഭിനിവേശം. അതാണ് ഇന്നും മാധവനെ സഞ്ചരിക്കുന്ന ഒരു സിനിമാ കൊട്ടകയാക്കിയത്. വേരുകൾ പിതൃക്കളുടെ കിടപ്പറയിലേക്ക് ഇറങ്ങുന്നത് പോലെ സിനിമ ഇനിയും ഗ്രാമങ്ങളിലേക്ക് എത്തട്ടെ. നല്ല നല്ല സിനിമകൾ ഇനിയും ഉണ്ടാവട്ടെ.